അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ ദാസി സിസ്റ്റർ മിനി സുരേഷ്, ബീഹാറിലെ മിഷണറി ദൗത്യവുമായി കഴിഞ്ഞ ദീർഘവർഷങ്ങളായി കർത്താവിന്റെ വേലയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസിയുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ മിനി സുരേഷിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ അരോമ ടിവിയിലൂടെ എൻ്റെ സാക്ഷ്യം പറയുവാൻ ദൈവം എനിക്ക് ഒരുക്കി തന്ന സാഹചര്യത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം എനിക്ക് ഇതിൽ അവസരം ഒരുക്കി തന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഡാനിയേൽ ജോൺ ഗുജറാത്ത് അവറുകളോടും അരോമ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ ചാനലിലേക്ക് എന്നെ പരിചയപ്പെടുത്തിയത് എൻ്റെ സഹോദരന് തുല്യം ഞാൻ കരുതുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ലാലു ടി ഡി മുംബൈയോടും ഈ സമയം ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് മിനി സുരേഷ്. ഞാൻ ബീഹാറിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. എൻ്റെ വീട്ടിൽ എനിക്ക് ഭർത്താവും 2 ആൺകുട്ടികളും എൻ്റെ ഭവനത്തിലുണ്ട്. ഞാൻ 31 വർഷമായി കർത്താവിന് വേലയുള്ള ബന്ധത്തിൽ ബീഹാറിലായിരിക്കുന്നു. ഞാൻ ബൈബിൾ കോളേജിലെ പഠനം പൂർത്തിയാക്കിയ ശേഷം ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജ് പായിപ്പാട് ഉള്ള ആ ബൈബിൾ കോളേജിലെ പഠനം 2 വർഷക്കാലം പൂർത്തിയാക്കിയ ശേഷം 1995 ബീഹാറിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം എന്നെ കർത്താവ് സഹായിച്ചു. ഒരു അപ്രതീക്ഷിതമായാണ് ഈ ബീഹാറിലേക്ക് കടന്നു വരുവാനുള്ള ഒരു വാതിൽ എനിക്ക് തുറന്നു തന്നത്. എന്നാൽ എൻ്റെ മാനുഷികമായ ചിന്തയിൽ നോക്കുമ്പോൾ അത് അപ്രതീക്ഷിതമാണ് എങ്കിൽ തന്നെയും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി മുൻ നിയമിച്ച ഒരു വലിയ കാര്യമായിരുന്നു എന്ന് എനിക്ക് പറയുവാൻ സാധിക്കും. എൻ്റെ ബാല്യകാലത്തിൽ തന്നെ എൻ്റെ പിതാവ്, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ പിതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. അതിൻ്റെ ശേഷം എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാകുമോ എന്ന് ഓർത്ത് ഞാൻ വളരെ ഭാരപ്പെട്ട്, എനിക്ക് ആരും എന്നെ സഹായിക്കുമോ, ആരെന്നെ ഇതിന് മുന്നോട്ട് പോകാൻ എന്നെ അനുവദിക്കും, എനിക്കതിന് ഹെൽപ്പായിട്ട് ആരുണ്ടെന്നോർത്ത് ഞാൻ ഭാരപ്പെട്ട ഒരു സമയം ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ പഠിച്ച ബൈബിൾ കോളേജിൽ നിന്ന് തന്നെ അവിടുന്ന് ഒരു ബോയ്സിൻ്റെ ടീമിനെ ആദ്യമായി UP-യിലേക്ക് അയച്ചു. അതിൻ്റെ ശേഷം അടുത്ത വർഷം ലേഡീസ് ടീമിനെ അയക്കുമെന്ന് ഇങ്ങനെ ഒരു തീരുമാനമുണ്ടായി. ആ ടീമിൽ ആദ്യത്തെ ലേഡീസ് ടീമിൽ തന്നെ എനിക്ക് അവിടെ വായ്പാട്ട് നിന്ന് ഇവിടെ കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. അതിൽ 5 സഹോദരിമാരും ഒരു ലീഡറുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ കടന്നു വന്നത്. അങ്ങനെ ഈ ബീഹാറിൽ അന്ന് മുതൽ 1995 മുതൽ ഈ സമയം വരെയും ഇന്ന് വരെയും നിൽക്കുവാൻ, കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിലായിരിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. എന്നേക്കാൾ ശ്രേഷ്ഠന്മാരായ എൻ്റെ സഹോദരിമാർ, അവരൊക്കെ വളരെ എന്നേക്കാൾ കഴിവും വിദ്യാഭ്യാസവും എല്ലാം കൊണ്ടും അവർ യോഗ്യരായിരുന്നു. എന്നാൽ അവരൊക്കെ 1 വർഷം 2 വർഷം 2.5 വർഷം കഴിഞ്ഞപ്പോൾ അവരൊക്കെ മടങ്ങിപ്പോയി. ഞാൻ കോളേജിൽ നിന്ന് കടന്നു പോരുമ്പോൾ തന്നെ എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. അവിടെ ഞങ്ങളെ അയക്കുന്ന വ്യക്തികൾ ഒരു കാര്യം ഞങ്ങളോടടുത്ത് പറഞ്ഞിരുന്നു. നിങ്ങൾ സഹോദരിമാരാണ്, ഒരു കമ്മിറ്റ്മെന്റ് ചെയ്ത് വേണം നിങ്ങൾ ബീഹാറിലേക്ക് കടന്നു പോകുവാൻ. നിങ്ങൾക്ക് വിവാഹ ആലോചനകൾ കടന്നു വരും, നിങ്ങൾ അവിടെ ചെന്ന ഉടനെ വിവാഹമാണ് എന്ന് പറഞ്ഞ് ഒരിക്കലും നിങ്ങൾ ഉടനെ ഓടിപ്പോരാൻ അനുവദിക്കരുത്. അങ്ങനെ വളരെ ആഗ്രഹത്തോടു കൂടിയാണ് ആഗ്രഹത്തോടു കൂടി ഞാൻ ബീഹാറിലേക്ക് കടന്നു വന്നു. നിങ്ങൾ ഉടനെ അവിടെ നിന്ന് മടങ്ങിപ്പോരാൻ ഭവനത്തിലുള്ളവർ വിളിച്ചു കഴിഞ്ഞാൽ പോരാൻ തീരുമാനം എടുക്കരുത്. നിങ്ങൾ 3 വർഷത്തേന് നിങ്ങൾ ഇവിടെ ബീഹാറിൽ കർത്താവിൻ്റെ വേല ചെയ്യണം. അങ്ങനെയുള്ളൊരു കമ്മിറ്റ്മെൻറ്റോടു കൂടിയാണ് നിങ്ങൾ കടന്നു വരേണ്ടത് എന്ന് പറയുവാൻ ഇടയായി തീർന്നു.
അത് ഞാൻ എൻ്റെ ശിരസ്സ് അത് വഹിച്ചു. ഞാനത് തീരുമാനമെടുത്തു. എൻ്റെ ഭവനത്തില് ഇതറിയിച്ചു. എൻ്റെ മാതാവും എൻ്റെ സഹോദരനുമായിരുന്നു അന്ന് എനിക്ക് സഹായമായി നിന്നത്. അങ്ങനെ ബീഹാറിൽ 95 ഓഗസ്റ്റ് മാസം 22-ാം തീയതി അവിടുന്ന് യാത്ര തിരിക്കുവാൻ ദൈവം സഹായിച്ചു. ഇവിടെ കടന്നു വന്നപ്പോൾ തണുപ്പ് തുടങ്ങുന്ന സമയങ്ങളായിരുന്നു. ഓഗസ്റ്റ്, സെപ്റ്റംബർ ഒക്കെ വലിയ കാലാവസ്ഥ, വളരെ ചൂടിന്റെ സമയങ്ങളും വളരെ തണുപ്പിന്റെ സമയങ്ങളും അങ്ങനെ ഞങ്ങളുടെ ജീവിതങ്ങൾ ഓരോ ദിവസങ്ങളും തള്ളി നീക്കി. അന്ന് ഞാൻ കടന്നു വരുമ്പോൾ എനിക്ക് 21 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയാണ്. ഞാനും എന്നോടൊത്തുള്ള സഹോദരിമാരും ഒക്കെ അങ്ങനെ ചെറിയ കുട്ടികളായിട്ടാണ് ഞങ്ങൾ ഇവിടെ കടന്നു വരുന്നത്. അന്ന് ബീഹാറിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസമേറിയ ഒരു ഘട്ടമാണ്. ഈ ബീഹാറിലുള്ള സഹോദരിമാർ പോലും പുറത്ത് ഇറങ്ങത്തില്ലാത്ത ഒരു സാഹചര്യം. ബീഹാർ വളരെ പിന്നോക്കമായ ഒരു സംസ്ഥാനമാണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഇപ്പോഴും ബീഹാറിന് ഒരുപാട് ചേഞ്ചുകൾ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ആ 31 വർഷങ്ങൾക്ക് പിന്നിലുള്ള ആ അനുഭവങ്ങൾ ഓർക്കുമ്പോൾ അതെത്ര ഭയാനകമാണെന്ന് എല്ലാവർക്കും അത് മനസ്സിലാകും. എന്നാൽ അവിടെയൊക്കെ ഞങ്ങൾ ഈ ചെറിയ പെൺകുട്ടികൾ ഞങ്ങളെ കാണുമ്പോഴൊക്കെ എല്ലാവരും ഭയങ്കര വലിയ എന്തോ സംഭവം കാണുന്നത് പോലെയുള്ളൊരു ഇതിലൂടെയാണ് കണ്ടോണ്ടിരുന്നത്. ഞങ്ങള് അന്ന് മഴയൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ കുടയൊക്കെ പിടിച്ച് ബാഗൊക്കെ കൊണ്ട് ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഈ കുട പോലും ബീഹാറിലുള്ളവർ അന്ന് കണ്ടിട്ടില്ല. കുടയെന്ന് പറഞ്ഞ ആ സംഭവം പോലും ബീഹാറിലുള്ളവർക്ക് ഛത്രി എന്ന് പഠിക്കും. പക്ഷേ ആ കുട ഛത്രി എന്താന്ന് അവർക്ക് അറിയത്തില്ലാഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു അന്ന്. അവിടെയുള്ളൊരു മഴ വന്ന ഒരു ഷാളങ്ങ് പൊതിച്ചുകൊണ്ട് നടക്കത്തേ ഉള്ളൂ. ഈ കുടയും ഞങ്ങളെയും ഒക്കെ കണ്ടപ്പോൾ ഒരു അത്ഭുതത്തോടെ നോക്കിയ അനുഭവങ്ങളുണ്ട്. അങ്ങനെ വളരെ കടന്നു വന്നുകൂടെ ഒരു 3 മാസം കഴിഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞങ്ങൾ വർക്ക് കഴിഞ്ഞ് കടന്നു വരുമ്പോൾ ഞങ്ങള് പ്രവർത്തനം കഴിഞ്ഞ് മടങ്ങി ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ പെട്ടെന്ന് ഞാൻ റോഡിൽ തലകറങ്ങി വീണു, ബോധം നഷ്ടപ്പെട്ടു. എൻ്റെ കൂടെയുള്ള സഹോദരിമാർക്ക് വളരെ വേദനയുണ്ടായി. എന്ത് പറ്റി? അവരെന്നെ എടുത്തുകൊണ്ട് അവരെല്ലാവരുടെ കൂടി എന്നെ കോരി എടുത്തുകൊണ്ട് അടുത്ത ഒരു വീട്ടിൽ കിടത്തി. എന്താന്ന് അവർക്കും അറിയത്തില്ല. പെട്ടെന്ന് ഞങ്ങളുടെ സഹോദരന്മാരെ അറിയിച്ചു. അവര് എന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് എനിക്ക് ലോ പ്രഷറാണ്. പ്രഷർ എനിക്ക് ഒട്ടും നോർമൽ ആകുന്നില്ല. വളരെ ലോ ആയി. എനിക്ക് എഴുന്നേറ്റ് നിൽക്കുവാൻ മേല, തലകറക്കം തന്നെ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറേ നാൾ മരുന്ന് കഴിക്കണം. അങ്ങനെ ഞാൻ ഒരുപാട് നാൾ മരുന്ന് കഴിച്ച് എനിക്ക് അവിടെ കഴിയേണ്ടതായിട്ട് വന്നു. ഹോസ്പിറ്റലിൽ എന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ വണ്ണം എന്നോട് പുറത്ത് ഒരു സ്ഥലത്ത് പോകാൻ പാടില്ല എന്നുള്ളതായ ഒരു കാര്യം ഡോക്ടേഴ്സ് പറഞ്ഞു. ദൈവവേലയ്ക്ക് വേണ്ടി, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് ബീഹാറിൽ കടന്നു വന്ന ഞാന് എല്ലാ സഹോദരിമാരും പ്രവർത്തനത്തിന് കടന്നു പോകുമ്പോൾ ഞാൻ എൻ്റെ ബെഡിൽ വിശ്രമിക്കുന്നു. എനിക്ക് ഭയങ്കര വേദനയുണ്ടായി. ഞാൻ ഒരുപാട് കരഞ്ഞു ദൈവസന്നിധിയില്. ദൈവമേ, ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വന്നിട്ട് എൻ്റെ സഹോദരിമാരെല്ലാം കർത്താവിന്റെ വേല ചെയ്യാൻ കടന്നു പോകുമ്പോൾ ഞാൻ മാത്രം ദൈവമേ ഈ രോഗിയായിട്ട് ഈ ബെഡിൽ ഇങ്ങനെ ആയാൽ എന്താ എന്നോർത്ത് ഞാൻ കരഞ്ഞു. എനിക്ക് ആവശ്യത്തിനുള്ള ആഹാരം തന്നു. എനിക്ക് മരുന്നുകളൊക്കെ തന്ന് എൻ്റെ സഹോദരിമാരെന്നെ ശുശ്രൂഷിക്കും. ആ കിടപ്പ് ഞാൻ കിടന്ന് നടക്കാതെ കിടന്ന് ഞാൻ ഒരുപാട് ശരീരം വണ്ണം വെച്ചു. വല്ലാത്തൊരു പ്രയാസം, ഉറക്കം തന്നെ. എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. ആ സമയത്ത് എന്നോട് എൻ്റെ സീനിയർ ആയിട്ടുണ്ടായിരുന്ന ഒരു ദേവദാസൻ പാസ്റ്റർ ജെയിംസ് മാത്യു, ഇന്ന് അദ്ദേഹം കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. ഞാൻ നന്ദിയോടെ ആ ദേവദാസിനെ ഓർക്കുകയാണ്. അതെൻ്റെ ഒരു കസിൻ ബ്രദർ കൂടെയാണ്. ആ ദേവദാസൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മിനി, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വന്നിട്ട് ഈ മരുന്നും കഴിച്ച് ഇവിടെ കിടക്കാനാണോ ആഗ്രഹിക്കുന്നത്? എത്രയും വേഗം ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങുക, പ്രാർത്ഥനയോടുകൂടി ഇറങ്ങുക. ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിച്ച് ഇവിടെ ജീവിക്കുവാനാണോ ആഗ്രഹിക്കുന്നത്? ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞ് നാട്ടി വിടും. അതുകൊണ്ട് എത്രയും വേഗം പ്രാർത്ഥനയോടുകൂടി രോഗസൗഖ്യം ഏറ്റെടുക്കാൻ പറഞ്ഞു. ഞാൻ ശക്തമായിട്ട് ദൈവസന്നിധിയിൽ ടെറസിൽ കയറിയിരുന്ന് കരഞ്ഞ് ദൈവത്തോട് നിലവിളിച്ചു. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. എൻ്റെ സഹോദരിമാരുടെ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന കേട്ടു. കർത്താവ് എനിക്ക് അത്ഭുതകരമായ സൗഖ്യം തന്നു. എൻ്റെ BP നോർമലായി. പിന്നീട് ആ ലോ പ്രഷർ എന്നുള്ള ആ രോഗം എൻ്റെ ശരീരത്തിൽ ഉണ്ടായിട്ടില്ല. നാട്ടിൽ ചെന്ന് ഞാൻ വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ അങ്ങനത്തെ ഒരു രോഗം എൻ്റെ ശരീരത്തിലില്ല. എൻ്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കി. അവരോടൊത്ത് പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കുവാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിച്ചു.
അങ്ങനെ ഞാൻ ഇപ്പോൾ ബീഹാറിലായിരിക്കുന്നു. അതിനുശേഷം ബീഹാറിൽ ഞാൻ കടന്നു വന്നതിന് ശേഷം എൻ്റെ സഹോദരിമാരൊക്കെ മടങ്ങി ബീഹാറിൽ നിന്ന് അവരവരുടെ നാടുകളിലേക്ക് കടന്നുപോയി. ഞാൻ ഒറ്റപ്പെട്ട ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. അവസാനം എൻ്റെ അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങളൊരു ഓർഫനേജിനോടുള്ള ബന്ധത്തില് ഞാൻ പഠിച്ച കോളേജിൻ്റെതായ ടീമിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ആ സമയം വരെയും ഞാൻ പൊട്ടിക്കരയാൻ ഞാൻ ഒരുപാട് പൊട്ടിക്കരയാനിടയായി തീർന്നു. ലാസ്റ്റ് എൻ്റെ സഹോദരി, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരിയും കൂടെ എന്നെ വിട്ടിട്ട് അവര് നാട്ടിലേക്ക് മടങ്ങി പോകുമ്പോൾ എൻ്റെ ഹൃദയം വളരെ പൊട്ടി. ഇനി എനിക്ക് ആരുണ്ട് കൂട്ട്? ഹിന്ദിക്കാര് മാത്രം. കുറച്ച് കുഞ്ഞുങ്ങളും, അതുപോലെ മറ്റുള്ള ആൾക്കാരും മാത്രം, മറ്റ് സഹോദരങ്ങൾ മാത്രം. എൻ്റെ ഹൃദയം വളരെ പൊട്ടി ഞാൻ കരഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്നല്ലോ കർത്താവേ എന്നോർത്ത്. എന്നാല് ഞാൻ ബീഹാറിലേക്ക് കടന്നു വരുന്നതിന് മുമ്പായി ദൈവം എന്നോട് അവിടെ നിന്ന് ഞാൻ യാത്ര തിരിക്കുമ്പോൾ മുതൽ ഇവിടെ ഞാൻ അനുഭവിക്കേണ്ട ഓരോ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് മുൻകൂട്ടി ഒരു ദൈവദാസനിലൂടെ എന്നോട് അറിയിച്ചിരുന്നു. നീ പോകുന്ന ആ സ്ഥലത്ത് 3 വർഷം തികയ്ക്കും, അവിടെ നിൽക്കും. അതിന്റെ ശേഷം അവര് നിന്നെ ആ സ്ഥലത്തുനിന്ന് ഞാൻ നിന്നെ പറിച്ചു മാറ്റി വേറെ സ്ഥലത്താക്കും. ഒറ്റയ്ക്ക് അവിടെ നിൽക്കേണ്ട സാഹചര്യം വരും. അപ്പോൾ പിടിച്ചു നിൽക്കുവാൻ കഴിയുമോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ദൈവത്തോട് ഇതെല്ലാം കർത്താവിന് അറിയുന്നെന്ന് പറഞ്ഞ് ഞാൻ അപ്പോഴ് ദൈവത്തിന് നന്ദി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 21 വയസ്സ് മാത്രമേ ഉള്ളൊരു പെൺകുട്ടിയാ. എനിക്ക് വളരെ വേദനയുണ്ടായി. ഞാൻ എങ്ങനെ ആയിരിക്കും എന്നോർത്ത് ഒരു ഭാരം അന്ന് എനിക്കുണ്ടായില്ല. എന്നാന്ന് ചോദിച്ചാല് കർത്താവ് എന്നോട് പറഞ്ഞതാണല്ലോ. പിന്നീടും എൻ്റെ സഹോദരിയും കൂടെ പോയപ്പോൾ കരഞ്ഞു. എങ്കിലും ഞാൻ പിന്നീട് ദൈവത്തിൽ ബലപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അന്ന് ഞാനൊരു ഓർഫനേജിനുള്ള ബന്ധത്തിലാണ് ആയിരുന്നത്. ഓർഫനേജ് എന്ന് പറഞ്ഞാൽ സെമി ഓർഫനേജ് ആണ്. മാതാപിതാക്കൾ ആരെങ്കിലും ഒരാളില്ലാത്ത അങ്ങനത്തെ കുഞ്ഞുങ്ങളെ ഞങ്ങള് എടുത്ത് അവരെ തേച്ച് കുളിപ്പിച്ച്, അവരെ വളർത്തി പഠിപ്പിച്ച്, അവർക്ക് വേണ്ട ആഹാരങ്ങൾ പാകം ചെയ്ത് എല്ലാം കൊടുക്കുന്ന ഒരു ശുശ്രൂഷ ഞങ്ങൾ സഹോദരിമാർ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് 20 കുട്ടികളെ ഉണ്ടായിരുന്നു. ആ 20 കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ ഞാൻ അവരുടെ ഒരു അമ്മയായിട്ട്, 21 വയസ്സുള്ള ഞാനാണെങ്കിൽ 22 വയസ്സായപ്പോൾ ആ അമ്മയായിട്ട് തന്നെ ഞാൻ അവരെ നോക്കുകയും ആ കുഞ്ഞുങ്ങളെ പോറ്റുകയും അവർക്ക് വേണ്ട ആഹാരം ഒരുക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തു. ജോലിക്ക് ഒരാൾ ഹെൽപ്പിനുണ്ടെങ്കിൽ തന്നെയും ഞാനായിരുന്നു അവരുടെ മാതാവായിട്ട് എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുത്തത്. അങ്ങനെ അവർക്ക് വേണ്ടി പിന്നെ എൻ്റെ ജീവിതം മുഴുവൻ അങ്ങനെയായി. അങ്ങനെ ഏകദേശം 3 വർഷങ്ങൾക്ക് ശേഷമാണ് നാട്ടിൽ മടങ്ങിപ്പോകുന്നത് തന്നെ. ആ 3 വർഷവും ഞാന് ഇവിടെ ഈ ടീമിനുള്ള ബന്ധത്തിൽ ഇവിടെ കഴിഞ്ഞു. കുഞ്ഞുങ്ങള് ഉണ്ടായിരുന്നു. വലിയ സന്തോഷമായിരുന്നു. ആഹ് അതിന്റെ ശേഷം ലിറ്ററസി പ്രോഗ്രാമുകള് ഈ ഗ്രാമങ്ങളിൽ പോയി ഓരോ സ്ഥലങ്ങളിലും ഉള്ള പ്രായമായ മാതാക്കളെ ഹിന്ദി പഠിപ്പിക്കുകയും അവരെ അതിലൂടെ ദൈവവചനം പഠിപ്പിക്കുകയും ബൈബിൾ വായിക്കാൻ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ് അന്ന് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഞാൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ എനിക്കൊരു പ്രയാസം ഉണ്ടായില്ല. രാവിലെ ട്രാക്റ്റ് കൊടുക്കാൻ പോകും. ട്രാക്റ്റ് കൊടുത്ത് ഓരോ സ്ഥലങ്ങളിൽ പോയി ട്രാക്റ്റ് കൊടുക്കും. ദൈവദാസന്മാരും അതുപോലെ പിന്നെ സഹപ്രവർത്തകരൊക്കെ കടന്നു വന്നവരോടൊത്ത് പോയി വഴികളില് ഓരങ്ങളിലൊക്കെ പോയി ട്രാക്റ്റ് കൊടുക്കും. ഓരോ കവലകളിൽ പോയി ട്രാക്റ്റ് കൊടുക്കും. ഇന്നത്തെ പോലെയല്ല, അന്ന് ട്രാക്റ്റുകളൊക്കെ കൊടുത്താൽ പ്രയാസമൊന്നുമില്ലായിരുന്നു. കൊടുക്കുകയും വാങ്ങിക്കുകയും ഒക്കെ ചെയ്തു. എല്ലാവരും വളരെ സന്തോഷത്തോടെ വായിച്ച് വാങ്ങിക്കുന്ന ഒരു അനുഭവം. എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ട്രാക്റ്റ് വാങ്ങിച്ചാൽ ഒരാള് വാങ്ങിച്ചു കഴിഞ്ഞാല് എല്ലാരും അത് കൂടെ നിന്ന് വാങ്ങിക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യും. അതിൽ ഒരാൾ എതിർത്ത് കഴിഞ്ഞാൽ എല്ലാരും അങ്ങ് എതിർക്കും. അതാണ് ഇവിടുത്തെ കാര്യം. എങ്കിലും അങ്ങനെ ഞാൻ കൊടുക്കുകയും രാവിലെ പോയി ആ കാര്യങ്ങൾ ചെയ്യും. ഉച്ച കഴിഞ്ഞ് ലിറ്ററസി പ്രോഗ്രാമിന് പോയി അവരെ പഠിപ്പിക്കും. പിന്നീട് വന്ന ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും. അങ്ങനെ ജീവിതം അങ്ങനെ മുൻപോട്ട് കടന്നുപോയി. 3 വർഷം അവിടെ നിന്നു. വീണ്ടും ഒരു 6 മാസം കൂടെ ആ ടീമിനോടുള്ള ബന്ധത്തില് ഞാൻ നിൽക്കുവാൻ ഇടയായി തീർന്നു. അതിന്റെ ശേഷം ആ സ്ഥലത്തുനിന്ന് ഞാന് എന്നെ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ആ എന്നെ കൊണ്ടുവന്നതായ എന്റെ പ്രസ്ഥാനത്തിൽ നിന്ന് എനിക്ക് മാറേണ്ട ആവശ്യമായപ്പോൾ എനിക്ക് വേണ്ടി കർത്താവ് വേറൊരു വാതിൽ തുറന്നു. എന്നെ പഠിപ്പിച്ച എൻ്റെ അധ്യാപകൻ, ഈ നന്ദിയോടെ ഞാൻ എൻ്റെ കർത്താവിന്റെ ദാസനെ ഇപ്പോൾ ഓർക്കുകയാണ്. എൻ്റെ പിതാവിന്റെ തുല്യം എന്നെ സ്നേഹിക്കുകയും എന്നെ കരുതുകയും ചെയ്ത ഒരു കർത്താവിന്റെ ദാസനും കുടുംബവും പാസ്റ്റർ ടി ജോസ്. ഇന്ന് അദ്ദേഹം നേപ്പാളിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. എന്നെ കൊണ്ടുപോയ പ്രസ്ഥാനത്തിൽ നിന്ന് ഞാൻ ഒറ്റപ്പെട്ട സമയത്ത്
ആരും എനിക്ക് സഹായം ഇല്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ച ആ സമയം കർത്താവിന്റെ ദാസനും ദാസിയും എന്നെ ചേർത്ത് പിടിക്കുകയും അവരുടെ ഒരു മകള് ഒരു സഹോദരി എന്നുള്ള പദവി എനിക്ക് തന്ന് എന്നെ ചേർത്ത് പിടിച്ചു. അവിടെയും ആ കർത്താവിന്റെ ദാസന് ഒരു ഒരു ഓർഫണേജ്, അന്ന് അത് ആൺകുട്ടികളുടെ ഓർഫണേജ് ആയിട്ട് കർത്താവിന്റെ ദാസൻ തുടങ്ങി. ആ ഓർഫണേജില് അവിടെയും ഞാനായിരുന്നു. അങ്ങനെ ആ കുഞ്ഞുങ്ങളെ തേച്ച് കുളിപ്പിച്ച് അവരെ വരുമ്പോ അങ്ങ് പിള്ളേര് ഇരിക്കുന്നത് കണ്ടാൽ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ്. ഈ ചെളിയും മണ്ണും എല്ലാം പിടിച്ച് കുഞ്ഞുങ്ങളെ കണ്ടാൽ അറിയില്ല. ഇവിടെ വന്ന് അവരെ തേച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി അവരെ പോറ്റി അവരെ പുലർത്തി അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുത്തു. അങ്ങനെ പിന്നീട് ഞാൻ ആൺകുട്ടികളുടെ ഹോസ്റ്റലിന്റെ വാർഡനായി മാറി. ആ കുഞ്ഞുങ്ങളോടൊത്ത് ഞാൻ പാർത്തു. അതൊരു 15 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ആ ദൈവദാസി, ആ പാസ്റ്ററിന്റെ വൈഫ് സ്കൂളിൽ പഠിപ്പിക്കും. ആ ദേവദാസി പഠിപ്പിച്ചു കൊണ്ടുവരുന്ന അന്ന് 1000 1200 രൂപയൊക്കെ കിട്ടും. 2 കുഞ്ഞുങ്ങൾ അവർക്കുണ്ട്. ആ കുഞ്ഞുങ്ങളും 15 കുഞ്ഞുങ്ങളും ഞാനും പാസ്റ്ററും കുടുംബവും ഇത്രയും പേർക്ക് ഭക്ഷണം കഴിക്കണം. ഈ 15 കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. അരി അടുപ്പയിലിട്ട് അത് വേവിച്ച് വെച്ചിട്ട് ഞങ്ങള് ഞാനും ദേവദാസനും വേറെ 2 ഞങ്ങളുടെ അടുത്ത് ഉള്ള സഹപ്രവർത്തകരും കൂടെ ഞങ്ങള് ട്രാക്ടർ എടുത്തുകൊണ്ട് പോകും. പുസ്തകം വെക്കും. 1 രൂപയ്ക്ക് 2 രൂപയ്ക്ക് ഒക്കെ ഞങ്ങൾ പുസ്തകം വെക്കും. ഇപ്പോൾ ഓർക്കുമ്പോൾ പിന്നിട്ട് നാളുകൾ ഓർക്കുമ്പോൾ വളരെ വേദന തോന്നുന്നു. എങ്കിലും അന്നത്തെ സന്തോഷവും പ്രത്യാശയും വളരെ വലുതായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു അന്ന്. അന്ന് ഓരോ പ്രോഗ്രാം ഓരോ ട്രാക്റ്റുകൾ കൊടുത്തിട്ട് വന്ന് ഭവനത്തിൽ കയറുമ്പോഴും വളരെ സന്തോഷം എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. ആ പുസ്തകം 2 രൂപയായി, ചിലപ്പോൾ 2 രൂപയ്ക്ക്, ചിലപ്പോൾ 5 രൂപയ്ക്ക്. പുതിയ നിയമം 5 രൂപയ്ക്ക് വിൽക്കും. അങ്ങനെ അത് വിറ്റിട്ട് ആ കിട്ടുന്ന പണം കൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് പിന്നീട് സബ്ജി ഉണ്ടാക്കി കൊടുക്കുന്നത്, കറി വെച്ച് കൊടുക്കാനായിട്ട്. അതാണ് അവർക്ക് അന്നന്നുള്ളത് ഞങ്ങൾ പുസ്തകം വിറ്റ് കിട്ടുന്ന പണം കൊണ്ടാണ് അന്നന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അങ്ങനെ നീണ്ട 10 വർഷത്തോളം കർത്താവിന്റെ വേലയിൽ ആ ദേവദാസനോടൊപ്പമായി ഇരിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. അതിനുശേഷം ഞാൻ ആ ദേവദാസനോടൊപ്പം ആയിരുന്നപ്പോൾ തന്നെ എൻ്റെ വിവാഹം നടക്കുവാൻ തക്കണിടയായി തീർന്നു. ഇവിടെ ഞങ്ങളോടൊത്ത് തന്നെ ആ പ്രസ്ഥാനത്തിൽ ഞങ്ങളോട് കൂടെ പഠിച്ചതായ, എൻ്റെ കൂടെ പഠിച്ചതല്ല, എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചതായ ഒരു കർത്താവിന്റെ ദാസൻ എന്നെയാണ് എനിക്ക് വിവാഹം കഴിക്കുവാൻ ഞങ്ങളുടെ ഈ ഞാൻ പറഞ്ഞ ഇന്ന് നേപ്പാളിലുള്ള കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടി ജോസ് സാറ് തന്നെയാണ് എന്നെ ആ വിവാഹത്തിന് വേണ്ടി എൻ്റെ ഭർത്താവിനെ ആലോചിക്കുകയും എൻ്റെ വിവാഹം നടത്തി തരികയും എൻ്റെ പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് എൻ്റെ വിവാഹം നടത്തി തരികയും എനിക്ക് വേണ്ട പണം കൊടുത്തും എന്നെ വിവാഹം കഴിപ്പിച്ചതെല്ലാം ആ കർത്താവിന്റെ ദാസനാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കർത്താവിന്റെ വേലയിൽ അവിടെ തുടരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. 10 വർഷത്തോളം ഞങ്ങൾ കർത്താവിന്റെ ദാസനോടൊപ്പം ഞങ്ങൾ ബീഹാറില് പൂർണിയ എന്ന സ്ഥലത്താണ് കർത്താവിന്റെ വേലയിലായിരുന്നത്. അതാണ് എൻ്റെ മിഷൻ ഫീൽഡ് ആദ്യത്തേത്. ഇന്ന് ഞാൻ പ്രവർത്തിക്കുന്നത് ബീഹാറില് ബാഗൽപൂർ എന്ന ജില്ലയിലാണ്. ഞാൻ ബാഗൽപൂരിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നു. ഞാൻ സഹർഷ എന്ന ജില്ലയിൽ കർത്താവിന്റെ വേല ചെയ്തിട്ടുണ്ട്. അതിന്റെ ശേഷം ഞങ്ങള് എൻ്റെ വിവാഹം ആ ദേവദാസൻ നടത്തി തന്നു. അതിന്റെ ശേഷം ആ വിവാഹത്തിന്റെ ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ ശുശ്രൂഷയിൽ ഏർപ്പെടുത്തു. ഞങ്ങൾ രണ്ടുപേരും കർത്താവിന് വേണ്ടി അധ്വാനിച്ചു. ദൈവവേല ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ വിവാഹം കഴിച്ചിട്ട് എനിക്ക് എൻ്റെ വിവാഹം കഴിഞ്ഞ ശേഷം എനിക്ക് 4 വർഷത്തോളം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. 4 വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു വിഷമം ഒന്നും ഉണ്ടായില്ല. കാരണം ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ ഇടയിലാണല്ലോ പ്രവർത്തിക്കുന്നത്. അത് വലിയ സന്തോഷം, അവരുടെ ഇടയിലുള്ള സന്തോഷവും അവരുടെ ഇടയിലുള്ള സമാധാനവും ഒക്കെ ഞങ്ങൾ സന്തോഷിച്ചു. പിന്നീട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചില്ല. പലപ്പോഴും നാട്ടിൽ ചെല്ലുമ്പോഴാണ് അത് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. കുഞ്ഞുങ്ങളൊന്നും ആയില്ലെന്ന് ഓരോരുത്തരുടെ ചോദ്യം ചോദിക്കുമ്പോഴാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തത്.
എന്നാൽ 2 വർഷം കഴിഞ്ഞപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങള് നാട്ടിൽ ചെന്നു. എല്ലാരും പറഞ്ഞു, കുട്ടികളില്ലല്ലോ എങ്കിലും ഒന്ന് ചെക്കപ്പ് ചെയ്യാൻ പറഞ്ഞ് ചെയ്തപ്പോഴ് കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഞങ്ങൾക്ക് 2 പേർക്കും പ്രശ്നമുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ട്രീറ്റ്മെന്റിലൂടെ ഞങ്ങൾ പോകുവാൻ കൊണ്ട് 2.5 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കാൻ തുടങ്ങി. ആ ട്രീറ്റ്മെന്റ് ഞങ്ങൾ അതിഭയങ്കരമായ വേദനയോട് കൂടിയുള്ള ഇഞ്ചക്ഷനുകളൊക്കെ എടുത്ത് എങ്കിലും ഞങ്ങൾക്ക് അന്നേരവും കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഓപ്പറേഷൻ ചെയ്യാം എന്നുള്ള എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങളിവിടെ ചെയ്തതിന്റെ ശേഷമാണ് ഞങ്ങള് നാട്ടിലേക്ക് കടന്നുപോയത്. അവിടെ നാട്ടിൽ ചെന്നപ്പോൾ ദൈവിക നിയോഗം എന്നതുപോലെ ഒരു പ്രാർത്ഥനയ്ക്ക് കടന്നു പോകാൻ തക്കമിടയായി തീർന്നു. ആ പ്രാർത്ഥനയ്ക്ക് കടന്നുപോയ ആ സമയത്ത് ഞാൻ ഇവിടെ കടന്നു വരുന്നതിന് മുൻപായിട്ട് എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചനകളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന കർത്താവിന്റെ ദാസന്റെ ഭവനത്തിലാണ് അന്ന് ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായി കടന്നുപോയത്. ആ ദൈവദാസന്റെ ഭവനത്തില് ഞങ്ങള് കടന്നുപോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴ് അദ്ദേഹം അത് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. ഇവിടെ വന്ന് അനേകര് വിടുതൽ പ്രാപിച്ച് കടന്നു പോകുന്നുണ്ട്. ഒരു കുഞ്ഞിനെയും അന്നൊരു അമ്മയും കുഞ്ഞോട് വന്നു. വർഷങ്ങളായിട്ട് എന്തോ 12 വർഷത്തോളമായി കുഞ്ഞുങ്ങളില്ലാതെ ഇരുന്ന ഒരു സഹോദരിയാണ് കണ്ടോ, ഇത് കുഞ്ഞിനെ കൊണ്ടൊന്ന് പ്രാർത്ഥിച്ച് കണ്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ ഈ ദേവദാസിനോടൊന്നും പറഞ്ഞൊന്നുമില്ല. ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കും ഒരു കുഞ്ഞിനെ കിട്ടിയെങ്കിൽ നന്നായിരുന്നു എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു. ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതിന്റെ ശേഷം ഞങ്ങൾ സംസാരിച്ച് പിരിഞ്ഞു പോരാൻ നേരം ആ കർത്താവിന്റെ ദാസൻ എന്നോട് ചോദിക്കുകയാണ്, ഞങ്ങളോട് രണ്ടുപേരോടും, ഓപ്പറേഷനൊക്കെ ഉള്ള പണം ബാങ്കിലൊക്കെ ഇട്ടിട്ട് എല്ലാം ക്രമീകരിച്ചിട്ടല്ലേ കടന്നു വന്നത്, ഓപ്പറേഷൻ ചെയ്യണ്ട കേട്ടോ, കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചിരിക്കുക. അഥവാ ഇനി നിങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യണം എന്നോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒക്ടോബർ മാസം കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്താൽ മതി എന്ന് പറയുന്നു. ഞങ്ങൾ ചെല്ലുന്ന ജൂൺ മാസത്തിലാണ്. എന്നാൽ ഞങ്ങൾ അവിടുന്ന് മടങ്ങി, നാട്ടിൽ നിന്ന് ഞങ്ങൾ വീണ്ടും മടങ്ങി ജൂലൈ മാസത്തിൽ ഇവിടെ കടന്നു വന്ന് അപ്പോൾ ആ സമയത്ത് ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ സാറ് ഞങ്ങളോട് ചോദിച്ചു, എന്താ അമ്മയെ കൊണ്ടുവന്നില്ലേ, എന്താ ഓപ്പറേഷൻ ചെയ്യാൻ പ്ലാൻ ഒന്നുമില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഓപ്പറേഷൻ ഞങ്ങൾ ചെയ്യുന്നില്ല, അതുകൊണ്ട് അമ്മച്ചിയെ കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞു. അന്നേരം സാറ് ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യപ്പെട്ടു. ഇത്രയും പണം മുടക്കിയതിന്റെ ശേഷം എന്താ ഓപ്പറേഷൻ ചെയ്യണ്ട എന്ന് പറയുന്നേ, ചെയ്യാതെ കണ്ട് ഒന്നും നടക്കത്തില്ല, അതുകൊണ്ട് അത് ചെയ്യണം എന്നിങ്ങനെ നിർബന്ധമായിട്ട് പറഞ്ഞപ്പോൾ ഞങ്ങളൊന്നും മിണ്ടിയില്ല. അന്ന് ഒന്നും മറുതലിച്ച് പറയാൻ കഴിയത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അക്ഷരം പോലും മിണ്ടിയില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ പറഞ്ഞു, കുറച്ച് ദിവസങ്ങൾ കഴിയട്ടെ, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ആ ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞിട്ടാ, ആ പാസ്റ്റർമാരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടാന്ന് ഞങ്ങൾ പറയാൻ പോയില്ല. കാരണം അത് നമ്മൾ അറിഞ്ഞാൽ മതിയല്ലോ, ദൈവം പ്രവർത്തിക്കുന്ന കാര്യം നമ്മൾ വിശ്വാസത്തോടുകൂടി ഏറ്റെടുത്തു. എന്നാൽ ഒക്ടോബർ ആകുമ്പോൾ സെപ്റ്റംബർ ആയ സമയത്ത്, ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ സെപ്റ്റംബർ ഒക്കെ ആയ സമയത്ത് എൻ്റെ മനസ്സിലൊരു താല്പര്യം ഉണ്ടായി, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പ്രഗ്നന്റ് ആണ്. കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. അങ്ങനെ എനിക്ക് ഓപ്പറേഷൻ കൂടാതെ എൻ്റെ കർത്താവ് എനിക്ക് ഒരു മോനെ തന്നു. അതിനെ ഞങ്ങൾ ബ്ലസ്സൻ എന്നാണ് പേരിട്ടത്. എൻ്റെ കർത്താവ് എനിക്ക് അനുഗ്രഹിച്ചു തന്ന എൻ്റെ മോനെ ഞാൻ ബ്ലസ്സൻ എന്ന് പേരിട്ടു. അങ്ങനെ മോനെ ഞങ്ങൾക്കുണ്ടായി. അതിന്റെ ശേഷം ഞങ്ങൾ നല്ല സുഖകരമായ ഞങ്ങളുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ വലിയ ഒന്നുമില്ല, അങ്ങനെ വലിയ പ്രയാസങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ആ ദേവദാസൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഞങ്ങൾ നല്ല സുഖമായ ജീവിതം കടന്നു പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ആ സമയത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കുറഞ്ഞു എന്ന് വേണം പറയാൻ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവിടെ കുറവ് സംഭവിച്ചു. എന്നാൽ ആ സമയത്ത് ദൈവത്തിന് വലിയ ഉദ്ദേശം ഞങ്ങളെക്കുറിച്ചുള്ള വ്യക്തികളായതുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന കുറഞ്ഞതുകൊണ്ട് ഞങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൂടുതലൊന്ന് അടുപ്പിക്കുവാൻ വേണ്ടി ദൈവം ഒരു മുഖാന്തരം ഞങ്ങൾക്ക് ഒരുക്കി തന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ചില പ്രതിസന്ധികൾ നേരിടുവാനിടയായി തീർന്നു. ചില പ്രയാസങ്ങൾ കൂടി ഞങ്ങൾ കടന്നുപോയി.
ഈ സമയം ഞങ്ങളുടെ കർത്താവിന്റെ ദാസൻ ഞങ്ങളെ ഇവിടെ ആക്കിയതിന് ശേഷം ഇവിടുത്തെ ഉത്തരവാദിത്തങ്ങൾ ബീഹാറിലെ ഉത്തരവാദിത്തങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ച അദ്ദേഹം നേപ്പാളിലേക്ക് തന്റെ പ്രേക്ഷിത പ്രവർത്തനം നേപ്പാളിലാണ്. അവിടേക്ക് താൻ യാത്ര ചെയ്തു. ഞങ്ങൾ ഇവിടെ വളരെ പ്രയാസത്തിലൂടെ കടന്നുപോയി. എൻ്റെ മൂത്ത മോന് 1 വയസ്സ് 1.5 വയസ്സ് ഏകദേശമായപ്പോൾ എനിക്ക് പെട്ടെന്നൊരു പ്രയാസമുണ്ടായി. എൻ്റെ കാലിന്റെ പെരുവിരലിൽ ഒരു വേദനയുണ്ടായി. ആ വേദന കേറി കേറി എൻ്റെ ശരീരം മുഴുവൻ നീരായി. എന്താ ഈ രോഗമെന്ന് പലയിടത്തും പല വൈദ്യന്മാരെ കാണിച്ചു. എന്താ രോഗമെന്ന് അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ ആ രോഗത്തിന് വേണ്ടി ചികിത്സിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടി. അങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. ഈ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്. വളരെ പ്രയാസത്തിലൂടെ ഞങ്ങൾ കടന്നുപോയി. എൻ്റെ കുഞ്ഞിന് 1 വയസ്സ് വരെയും അതിന് ഒരു പാല് കൊടുക്കാൻ പോലും എനിക്ക് സാധിക്കാതെ എൻ്റെ പാല് കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഈ കുഞ്ഞിന്റെ കൈവിരലുകളൊക്കെ കമ്പി പോലെയാകും. അത് മടങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ ഡോക്ടർ ചെയ്തു. ആ കുഞ്ഞിന് പാല് കൊടുക്കണ്ട എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞ് 1 വയസ്സ് വരെ പോലും പാല് കുടിക്കുവാൻ തക്കോണം കഴിഞ്ഞിട്ടില്ല. എന്നാൽ ആ സമയത്തൊക്കെ ഞാൻ വളരെ പ്രയാസത്തിലായിരുന്നു. എന്നാല് മരുന്നുകളൊക്കെ ഒരുപാട് എടുത്തിട്ടും സൗഖ്യമുണ്ടായില്ല. ആ വേദന കുറച്ച് നാളുകൾ ഇങ്ങനെ നിന്നു. അത് കഴിഞ്ഞ ശേഷം പ്രാർത്ഥനയിലൂടെയൊക്കെ ഇങ്ങനെ ഒരു ആശ്വാസം ലഭിച്ചു. പൂർണ്ണ സൗഖ്യമായിട്ടില്ല. ആ സമയത്ത് ജോലി ചെയ്യുവാനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ സമയത്ത് ഞാൻ ശരീരത്തിന് നല്ല വണ്ണം ഒക്കെയുള്ള ഒരാളാണ്. ശരീരത്തിന് നല്ല ഹെൽത്തി ആയിട്ടുള്ളതുകൊണ്ട് എനിക്ക് എന്നെ ആരും എടുത്തു കൊണ്ടൊന്നും ബാത്റൂമിലൊന്നും കൊണ്ടുപോകാനോ ടോയ്ലറ്റിൽ കൊണ്ടുപോകാനോ കഴിയത്തില്ലാത്തതുകൊണ്ട് ഞാന് ഒരു ചാക്ക് ഇടും. അതിട്ട് അതിലിരുന്നിട്ട് നിരങ്ങി ഞാൻ ടോയ്ലറ്റിൽ ചെന്ന് ആ നിരങ്ങി അങ്ങനെ ടോയ്ലറ്റിൽ കയറുന്ന അനുഭവങ്ങൾ ഇപ്പോൾ ഞാൻ ഓർക്കുന്നു. അങ്ങനെ കുഞ്ഞിനെ നോക്കുവാനോ ആ ഹോസ്റ്റലിലെ കുഞ്ഞുങ്ങളെ നോക്കുവാനോ ഒന്നും കഴിയാതെ വളരെ കഷ്ടപ്പെട്ട സമയങ്ങളുണ്ട് എൻ്റെ ജീവിതത്തില്. അങ്ങനെ കുറെ നാള് ഞങ്ങൾ മുൻപോട്ട് പോയി. ഈ പ്രയാസം എന്താണെന്ന് അറിയത്തില്ല. ഈ കുഞ്ഞ് ഉണ്ടായി. അത് കഴിഞ്ഞ് കുറേച്ച് നാൾക്ക് ശേഷം എൻ്റെ ഒരു ഈ മോനുണ്ടായതിന്റെ ശേഷം 7 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് രണ്ടാമത്തെ ഒരു മോന് കൂടെ കർത്താവ് തന്നു. ആ കുഞ്ഞിനെ ഞാൻ ഉദരത്തിൽ ആ കുഞ്ഞെന്റെ ഉദരത്തിലായപ്പോൾ തന്നെ ഞാനൊരു പ്രത്യേക അവസ്ഥയിലേക്ക് കടന്നുപോയി. അതെന്താ കാര്യമെന്ന് എനിക്കറിയില്ല. രോഗമാണോ പ്രയാസമാണോ എനിക്കറിയില്ല. ഞാനൊരു ഒരു ഒരു വല്ലാത്തൊരവസ്ഥയിൽ കൂടി എന്ന് പറഞ്ഞാൽ ആഹ് ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടതുപോലെ എനിക്ക് ഉറക്കമില്ല. ആരും വിശ്വസിക്കത്തില്ല. 9 മാസത്തോളം ഞാന് ഉറങ്ങിയില്ല. രാത്രികളിൽ ഞാന് ഇരിക്കുന്ന സമയങ്ങള്. ഈ കുഞ്ഞ് എന്റെ ഉദരത്തിലായിരുന്ന ആ സമയങ്ങളിലൊക്കെ ഞാൻ വളരെ കഷ്ടപ്പെട്ടു. നാട്ടിൽ കടന്നുപോയി. ഈ കുഞ്ഞിനെയും കൊണ്ട് ഈ കുഞ്ഞിനെ പ്രസവിക്കാൻ വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. മെഡിക്കൽ കോളേജിൽ പ്രസവത്തിന് വേണ്ടി കയറുമ്പോൾ വേദന അതിഭയങ്കരമായ വേദന എനിക്കുണ്ടാകും. എനിക്ക് പിന്നീട് ആ വേദന എന്താന്ന് എനിക്ക് പെട്ടെന്ന് ലേബർ റൂമിൽ കയറുമ്പോൾ ആ വേദന മാറിപ്പോകും. പിന്നീട് പ്രസവം നടക്കത്തില്ല. അങ്ങനെ ഒരാഴ്ചയോളം ഹോസ്പിറ്റലിൽ കിടന്നു. 3 ദിവസം കൂടുമ്പോൾ വേദന വരും. ഞാൻ വീണ്ടും അവിടെ കയറും. വീണ്ടും എന്നെ ഇറക്കും. ഇത് തന്നെ അങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. അവിടെ ഒരു കർത്താവിന്റെ ദാസനും ദാസിയും കടന്നു വന്നു. എനിക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ എന്നെ പിന്നീട് ലേബർ റൂമിൽ കയറ്റി. അതിന്റെ ശേഷം എന്നെ ഇങ്ങനെ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഒരു സഹോദരി അങ്ങോട്ട് തിരിച്ച്, ഒരു സഹോദരി ഇങ്ങോട്ട് തിരിച്ച് ഒരു ബെഡില് 55 അന്ന് ലേബർ റൂമിൽ 55 പേരാണ് പ്രസവത്തിനായിട്ട് കിടക്കുന്നത്. ആ 55 പേരിലും എല്ലാം നെഗറ്റീവ് ഡേ അന്നത്തെ ഡേ. എന്റെ ബി നെഗറ്റീവ് ആണ് ബ്ലഡ്. ബ്ലഡ് വേണം. അപ്പൊ ഡോക്ടർമാര് തന്നെ പറഞ്ഞതെന്ന് ഈ നെഗറ്റീവ് ഡേ ആണല്ലോ. ആ കിടക്കുമ്പോൾ എന്നെ അങ്ങോട്ട് തലതിരിച്ച് ഇങ്ങോട്ട് തലതിരിച്ച് കിടക്കുന്ന ആ സമയത്ത് എന്നോട് ഒത്തിരുന്ന ഇവർ ഇത്രയും പേര് നോക്കണ്ടേ ആ സമയത്ത് വന്നപ്പോൾ എന്നോടൊപ്പം കിടന്ന ഒരു സഹോദരി അങ്ങ് മരിച്ചുപോയി. ഇത് ഞാൻ അറിയുന്നില്ല. ഞാൻ അതിവേദനയിലായിരിക്കുന്നു. അതിന്റെ ശേഷം എനിക്ക് എന്നെ ഇവര് നോക്കാതെ ഇങ്ങനെ ഇട്ടിരിക്കുക. അതില് എനിക്ക് വേദന ഭയങ്കരമായിട്ട് എന്നോട് പറഞ്ഞു, അവിടെ ഇത് പ്രസവം നടക്കത്തില്ല. ഇതിന്റെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് ഓപ്പറേഷൻ ചെയ്യുന്ന കാര്യം ഓർത്തപ്പോൾ ഭയം പോലെ തോന്നി. ഞാൻ അവിടെ ഇരുന്നോണ്ട് കർത്താവേ,
ഞാൻ ഇങ്ങനെ എൻ്റെ വയറിൽ കൈവച്ചിട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇത് ആൺകുഞ്ഞാണെങ്കിലും ഇത് പെൺകുഞ്ഞാണെങ്കിലും എനിക്കൊരു ആൺകുഞ്ഞുണ്ട്. ഇത് ആണാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇതിനെ സമർപ്പിച്ചിരിക്കുക. ഇതിനെ സുരക്ഷിതമായിട്ട് എൻ്റെ കരങ്ങളിൽ കർത്താവെ നൽകി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആ സമയത്ത് എന്നെ ട്രോളിയിലേക്ക് കയറ്റുകയാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ. അവർ പോലും അറിയാതെ ഡെലിവറി സംഭവിച്ചു. വ നല്ല സുന്ദരനായ ഒരു കുഞ്ഞിനെ കർത്താവ്, ഒരു ആൺപൈതലിനെ കർത്താവ് എനിക്ക് നൽകി തന്നു. സുഖമായി പ്രസവിപ്പാൻ തക്കോണം കർത്താവ് സഹായിച്ചു. പിറ്റേ ദിവസം പത്രത്തിൽ വാർത്ത വരുന്നു, എന്നോടൊത്ത് കിടന്ന ആ സഹോദരി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ആ സ്ഥാനത്ത് ഞാനും മാറ്റപ്പെട്ടു പോകാമായിരുന്നു. കർത്താവിന്റെ കൃപ എന്നോട് കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് അനേകർക്ക് വേണ്ടി ഞാൻ ഒരു സാക്ഷിയായി നിൽക്കുവാൻ തക്കവണ്ണം അന്ന് എനിക്ക് മരണം സംഭവിച്ചാല് ഇത് നടക്കത്തില്ല. ഞാൻ ഒരുപാട് വേദനയിലൂടെ കടന്നുപോയെങ്കിലും ആ വേദനയിലൊക്കെ ഞാൻ വളരെ ധൈര്യത്തോടെ ദൈവം എന്നെ നിർത്തി. ഞാൻ നിന്നതല്ല, കർത്താവ് എന്നെ നിർത്തിയതാണ്. എനിക്ക് സൗഖ്യം തന്നു, എനിക്ക് ആരോഗ്യം തന്നു. അനുഗ്രഹിക്കപ്പെട്ട പൈതങ്ങളെ 2 ആൺകുട്ടികളെ കർത്താവ് എനിക്ക് തന്നു. ഇന്ന് ആ മോന് പ്ലസ് വണ്ണിലെ എക്സാം കഴിഞ്ഞു. ഇപ്പോൾ പ്ലസ് ടുവിലെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ബീഹാറിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ബീഹാറിൽ ഞങ്ങൾ ഭാഗൽപൂരിൽ ഇവിടെ ആയിട്ട് ഏകദേശം 13 വർഷത്തോളം ആകുന്നു. ആ സമയങ്ങളിലൊക്കെ ഞങ്ങളോടൊത്ത് ഞങ്ങൾ ഓരോ ഗ്രൂപ്പിന് ഞങ്ങൾ ഓരോ ദേവദാസന്മാരുടെ അണ്ടറിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ തനിയെ ഒന്നും നിന്ന് പ്രവർത്തിച്ചിട്ടില്ല. 2018 ആയപ്പോൾ ഞങ്ങളുടെ ഇവിടെ പിന്നീട് ആ ദേവദാസൻ നേപ്പാളിൽ പോയതിന് മുഖാന്തരം അതിന്റെ ശേഷം ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയി. എൻ്റെ ഇളയ മോനെ ഞാൻ പ്രസവിച്ച് 2.5 മാസമായപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് പെട്ടെന്നൊരു പ്രയാസമുണ്ടായി. എന്താണെന്നറിയില്ല. പെട്ടെന്ന് തല കറങ്ങി വീണു. നാക്കും ഒക്കെ കടിച്ചു. അങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ കടന്നുപോയി. ആ സമയത്ത് ഞാൻ രോഗിയായി അദ്ദേഹം ഭാരപ്പെട്ടപ്പോൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി 7 വയസ്സുള്ള എൻ്റെ മൂത്ത മോനും 2.5 മാസം പ്രായമുള്ള എൻ്റെ കുഞ്ഞു മോനും കൂടെ കൊണ്ട് ഞാൻ ബീഹാറിലാണ്. ഞാൻ തനിയാണ് ഇവിടെ വന്നു. ഇവരെ ഇട്ടുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഭർത്താവ് രോഗിയായി. എൻ്റെ കാലിനും ആ രോഗം വീണ്ടും വന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ വളരെ ഭാരപ്പെട്ടു. ഒരുപാട് വേദനയോടെയായി. എൻ്റെ ഹസ്ബൻഡ് എന്നെ അറിയത്തില്ലാത്ത പോലെ ഒരു അവസ്ഥയിലായി. പെട്ടെന്ന് തല കറങ്ങി വീഴും, നൊരയും പതയും വരും. എന്താ രോഗം എന്നൊന്നും അറിയത്തില്ല. അങ്ങനെ കാണിച്ചപ്പോഴ് അത് അദ്ദേഹത്തിനും പറഞ്ഞു മരുന്ന് കഴിക്കണം, ആയുസ്സ് വരുന്ന മുഴുവൻ മരുന്ന് കഴിക്കണം, യാത്ര ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് വിഷമപ്പെടുത്തി. എങ്കിലും പ്രാർത്ഥന ഞാൻ കൈവിട്ടില്ല. കർത്താവിൽ ആശ്രയിച്ചു. ഈ 2 കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, എൻ്റെ ഹസ്ബൻഡിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥനയിൽ മുന്നേറി. അങ്ങനെ ഇരിക്കുമ്പോൾ നാട്ടിൽ നിന്ന് എൻ്റെ മാതാവും എൻ്റെ സഹോദരിയും, ഇളയ സഹോദരിയും, അവര് ദൈവാത്മാവ് ദർശനത്തിൽ അറിയിച്ചിട്ട് ഇവിടെ കടന്നു വന്നു എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അങ്ങനെ അവർ പെട്ടെന്ന് ഇവിടെ കടന്നു വന്നു, എന്നെ നാട്ടിലേക്ക് കൊണ്ടുപോയി. നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടും ജീവിതത്തിൽ വളരെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. പല ഹോസ്പിറ്റലിൽ ഞാൻ കയറി ഇറങ്ങി എൻ്റെ ഹസ്ബൻഡുമായിട്ട്. അന്ന് ഞാൻ ശരീരത്തിന് നല്ല പുഷ്ടിയും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ക്ഷീണിച്ചു, അവശതയായി. ഞാൻ രോഗിയാണ്, എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. വളരെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും. അന്ന് ഞങ്ങളുടെ കുടുംബങ്ങളിലൊന്നും വലിയ പണക്കാരോ അല്ല നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബങ്ങളല്ല എൻ്റെ 2 കുടുംബവും. ഞങ്ങളെ ഒരു കുടുംബത്തെ പോറ്റണം, വളരെ ബുദ്ധിമുട്ടുകളിൽ കൂടെ ഞങ്ങൾ കടന്നുപോയി. പല ഹോസ്പിറ്റലിൽ കയറി. എല്ലാവരും ജീവിതപര്യന്തം മുഴുവൻ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. വാഹനം ഓടിക്കരുത്, ഇതൊക്കെയാ ഡോക്ടേഴ്സ് പറയുന്നത്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഇവരുടെ 2-3 പേരും ഇങ്ങനെ കിടക്കുമ്പോൾ അവരുടെ കാൽക്കലിരുന്ന് ഞാൻ ദൈവത്തോട് നിലവിളിക്കും. കർത്താവേ, ദൈവമേ, ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ബീഹാറിലിരിക്കേണ്ട ഞാൻ ഇവിടെ നാട്ടിൽ വന്ന് താമസിക്കുന്ന എങ്ങനെയാ കർത്താവേ എന്നോർത്ത് ഞാൻ വളരെ നിലവിളിച്ച് കരയുവാൻ തക്കനിടയായി തീർന്നിട്ട്. ആ സമയത്ത് കർത്താവ് എനിക്ക് തന്നിരുന്ന ഒരു വചനം, എനിക്ക് ഉറപ്പിനായിട്ട് എൻ്റെ കർത്താവ് എനിക്ക് തന്ന ഒരു വചനം ഉണ്ട്. ഇരമ്യാവിന്റെ പുസ്തകം 29-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ നിരൂപണങ്ങൾ എന്ന യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. ഈ വചനം എന്നെ വളരെ ധൈര്യപ്പെടുത്തുവാൻ തക്കനിടയായി തീർത്തു.
പെട്ടെന്ന് എനിക്ക് മനസ്സിലായി കർത്താവ് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പ്ലാനുണ്ട്. അതിലേക്ക് ഞാൻ എത്തിച്ചെല്ലണം. അതിനെനിക്ക് പ്രതിസന്ധികൾ എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ ആ രോഗത്തിൽ നിന്ന് ഞങ്ങൾ പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ കർത്താവിന്റെ ദാസൻ ഭവനത്തിൽ കടന്നു വന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ കുടുംബമായി ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷമായി ഈ ദൈവദാസനിൽ എന്റെ ഹസ്ബൻഡിൽ ഉണ്ടായിരുന്ന ഒരു പൈശാചിക ശക്തിയായിരുന്നു. അദ്ദേഹം ചെറിയ പ്രായത്തിൽ തന്നെ എവിടെയോ ആറ്റിലെങ്ങാണ്ട് പോയി പേടിച്ച് അങ്ങനെ ഒരു പൈശാചിക ശക്തി തന്നിൽ വ്യാപരിച്ച ആ ശക്തിയാണ് പ്രബലപ്പെട്ടുകൊണ്ടിരുന്നത്. ഇവര് ഈ എന്റെ ഹസ്ബൻഡിന്റെ അമ്മച്ചിയും ഈ കുടുംബം അവര് വിശ്വാസത്തിൽ CSAയും യാക്കോബായും കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു. അവർക്ക് വിശ്വാസത്തിൻ്റെതായ ആദ്യപടികളൊക്കെ കടന്നു വന്നവരാണ്. അന്ന് എന്റെ ഹസ്ബൻഡ് ബൈബിൾ കോളേജിലേക്ക് നേരിട്ട് പഠിക്കാൻ വന്നു. കൂടുതലും അതിന്റെ ശേഷം പെട്ടെന്ന് ബീഹാറിലേക്ക് കടന്നു വരികയായിരുന്നു. കൂടുതൽ അങ്ങനെ നാട്ടിൽ അങ്ങനെ നിൽക്കുകയോ അങ്ങനെ വലിയ പ്രാർത്ഥനകൾക്കൊന്നും പങ്കെടുക്കുന്നോ ഒന്നും ചെയ്തിട്ടുള്ള ഒരാളല്ല. എന്നാൽ അതിൽ നിന്ന് ആ ദൈവത്തിന്റെ സമയമായപ്പോൾ കർത്താവ് ആ പൈശാചിക ശക്തിയിൽ നിന്ന് അന്ന് അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. നാഗയക്ഷി എന്ന് പറയുന്ന ഒരു വലിയ പൈശാചിക ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുകയായിരുന്നു. അതിന് കർത്താവ് പൂർണ്ണമായി സൗഖ്യം തന്നു. ആരോഗ്യത്തോടെ ബലത്തോടെ ഇന്ന് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഒരു തനിയെ നടക്കരുത്, യാത്ര ചെയ്യരുത്, ഒരു ബൈക്ക് ഓടിക്കരുത്, വാഹനം ഓടിക്കരുത് എന്നൊക്കെ പറഞ്ഞ കർത്താവിന്റെ ദാസൻ ഇന്നും 60 കിലോമീറ്റർ, 70 കിലോമീറ്റർ, 100 കിലോമീറ്റർ, 110 കിലോമീറ്റർ ഒക്കെ യാത്ര ചെയ്ത് ബൈക്കിലാണ് ഞങ്ങൾ യാത്ര ചെയ്ത് കർത്താവിന്റെ വേല ചെയ്യുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഞങ്ങള് ഇപ്പോൾ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ 2018 2018 ഞങ്ങൾ ഇവിടെ ഈ ബാഗൽപൂരിൽ ഞാൻ ഒരു ദൈവദാസനോടൊത്ത് ഞങ്ങളായിരുന്നു. ഞങ്ങൾ 2013 ബാഗൽപൂരിൽ കടന്നു വരുന്നത്. ബാഗൽപൂരിൽ കടന്നു വന്ന് ഇവിടുന്ന് കർത്താവിന്റെ വേലയിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ തന്നെ ഇവിടെ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസന് ഇവിടുന്ന് സാമ്പത്തിക ഞെരുക്കങ്ങൾ അദ്ദേഹത്തെ ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു, ഞാൻ ഇവിടുന്ന് മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ കർത്താവിന്റെ ദാസൻ ഈ ബാഗൽപൂരിലെ ശുശ്രൂഷ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ കടന്നുപോയി. അദ്ദേഹം ഇവിടുന്ന് കടന്നുപോയി. 2018 വരെ ഇവിടെ ഉണ്ടായിരുന്നു. 2019 പ്രാരംഭത്തിൽ തന്നെ അദ്ദേഹം ഇവിടുന്ന് കടന്നുപോയി. ഞങ്ങള് ഒറ്റയ്ക്കായ അനുഭവങ്ങൾ വളരെ ഭാരമുണ്ട്. ആര് സഹായിക്കും? അന്ന് ഞങ്ങൾ സപ്പോർട്ട് മേടിച്ചാണ് ഞങ്ങൾ കർത്താവിന് വേല ചെയ്തുകൊണ്ടിരുന്നത്. ആരും സഹായിക്കാനില്ല. 2 കുഞ്ഞുങ്ങള്, ഞങ്ങൾ കുടുംബം. എന്നോട് എന്റെ ഹസ്ബൻഡ് സുരേഷ് എന്നോട് ചോദിച്ചു, എന്ത് എങ്ങനെയാ മിനി ഇനി നമ്മുടെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ? ഞാനൊരു കാര്യം പറഞ്ഞു, ഞാൻ ഒരു വ്യക്തിയെ നോക്കിയല്ല ബീഹാറിലേക്ക് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കടന്നു വന്നത്. ബീഹാറിലേക്ക് ഞാൻ കടന്നു വന്നത് ഞാൻ തനിയാണ്. ഞാൻ ഒറ്റയ്ക്കാണ് ബീഹാറിലേക്ക് കടന്നു വന്നത്. എന്റെ കർത്താവ് എന്നെ പോറ്റും, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. വളരെ പ്രയാസമുണ്ടാക്കിയ സമയങ്ങളാണ്. എങ്ങനെ മുന്നോട്ട് പോകും? ആര് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യും? കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, മൂത്ത മോന് അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആ സമയത്ത് എന്തോ ചെയ്യും എന്നൊക്കെ ഓർത്ത് ഭാരപ്പെട്ട നിമിഷങ്ങളിലൊക്കെ കർത്താവ് ഞങ്ങളെ കരം പിടിച്ചു. ഞങ്ങൾ അർഹിക്കാത്ത നന്മകൾ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നു, പ്രതീക്ഷിക്കാതെ സമയങ്ങളൊക്കെ. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളൊക്കെ വരുമ്പോഴും വേദനകളൊക്കെ വരുമ്പോഴും പാട്ടുകൾ കർത്താവ് എനിക്ക് തരാറുണ്ട്. അനവധി പാട്ടുകൾ എഴുതുവാൻ തക്കവണ്ണം കർത്താവ് എനിക്ക് കൃപ ചെയ്തിട്ടുണ്ട്. എൻ്റെ പാട്ടുകളൊക്കെ, ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. പാട്ടുകളൊക്കെ എൻ്റെ ഡയറിയിലും ഇന്നും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. കാരണം അത് പുറത്തെടുക്കുവാനുള്ള സാമ്പത്തികത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ അനവധി പാട്ടുകൾ പുറത്തിറക്കിയിട്ടില്ല. എന്നാൽ ഞാൻ ഒരു പാട്ട് ആദ്യമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഇപ്പൊ ഈ പാട്ടൊക്കെ എനിക്ക് വരുന്നത്, ഞാനിങ്ങനെ വൈകിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ കർത്താവ് എനിക്ക് പാട്ടായിട്ടാണ് അതിന്റെ വരികൾ എനിക്ക് തരും. എൻ്റെ വായിൽ അത് ഞാൻ പാടിക്കൊണ്ട് കിടക്കും. പെട്ടെന്ന് ഞാൻ ഫോൺ എടുത്ത് റെക്കോർഡ് ചെയ്യും. പിന്നീടാണ് ഞാനത് എഴുതിയെടുക്കുന്നത്. അങ്ങനെ ഞാൻ എഴുതിയ ഒരു പാട്ടാണ് നീ എൻ്റെ ദൈവം, നീ എൻ്റെ ദൈവം, ആശ്വാസത്തിന്റെ ഉറവിടം എന്നുള്ളൊരു പാട്ട് യൂട്യൂബിലുണ്ട്. ഒരു പാട്ടല്ല, 1-2 പാട്ടുകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ പാട്ടുകൾ എനിക്ക് വേണ്ടി അതിന് സംഗീതം നൽകി അത് യൂട്യൂബിൽ അത് റെക്കോർഡ് ചെയ്തിട്ടത് പാസ്റ്റർ ലാലു TD മുംബൈ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സഹോദരനെ തുല്യം ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവിന്റെ ദാസനാണ്.
എന്നോട് ₹1 പോലും വാങ്ങാതെയാണ് അദ്ദേഹം ആ കാര്യങ്ങൾ ചെയ്തത്. എൻ്റെ പാട്ട് വളരെ അതിന് പാടുവാൻ തക്കവണ്ണം കർത്താവിന്റെ ദാസന്റെ മകൾ അച്ഛമോൾ ഇന്ന് അയർലൻഡിലാണ്. ആ കുഞ്ഞാണ് ഈ പാട്ട് പാടുവാൻ കൊണ്ടേ തീർന്നത്. യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ആ പാട്ട് കേൾക്കുവാൻ സാധിക്കും. അതെന്റെ ജീവിതത്തിന്റെ അനുഭവമാണ് ആ പാട്ട്. ആ പാട്ട് മാത്രം മതി എന്റെ ജീവിതത്തിന്റെ അനുഭവം. അന്നന്ന് വേണ്ടുന്ന അന്നം തരുന്നവൻ, ഓരോ ദിവസവും എന്നെ പോറ്റുന്ന കർത്താവ്, സ്നേഹിച്ചവരൊക്കെ മാറിപ്പോയാലും കരുതിയവരൊക്കെ കൈവിട്ടു പോയാലും കൈവിടാത്തൊരു കർത്താവുണ്ട്. അത് ആ പാട്ടിന്റെ ലൈനുകൾ. അങ്ങനെ അനവധി പാട്ടുകളൊക്കെ എഴുതുവാൻ തക്കവണ്ണം കർത്താവ് എന്നെ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.comൽ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. അടുത്തതായിട്ട് ഞാൻ ഇനി പറഞ്ഞാൽ എൻ്റെ എന്നെ എൻ്റെ എൻ്റെ ബാല്യകാലം എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഞാനൊന്ന് ഇറങ്ങിപ്പോവുകയാണ് ഇപ്പോൾ. എൻ്റെ ബാല്യകാലം എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചത് കോട്ടയം ആണെങ്കിൽ പോലും എൻ്റെ മാതാപിതാക്കൾ കർത്താവിൻ്റെ വേലയിലായിരുന്നു. എൻ്റെ പിതാവ് പാസ്റ്ററായിരുന്നു. എൻ്റെ പിതാവും മാതാവും ഹൈറേഞ്ചിൽ ബാലഗ്രാം എന്ന ദേശത്ത് കർത്താവിന് വേണ്ടി വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചു. ബാലഗ്രാം, തൂക്കുപാലം, അങ്ങനെ അനവധി. എനിക്കിപ്പോൾ ഞാൻ എനിക്കിപ്പോൾ അത്ര നല്ല ഓർമ്മ കിട്ടുന്നില്ല. എൻ്റെ ചെറിയ പ്രായത്തിൽ എനിക്ക് ഒരു 7 വയസ്സ് വരെയും ഞങ്ങൾ അവിടെയാണ് പാർത്തത്. ബാലഗ്രാമിലാണ് ഞാൻ താമസിച്ചത്. PP മത്തായി എന്നാണ് എൻ്റെ പിതാവിൻ്റെ പേര്. ഇന്ന് എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ഏകദേശം 36 വർഷം പൂർത്തി കഴിഞ്ഞു. 37-ാം വർഷം പ്രവേശിച്ചു. എൻ്റെ ചെറിയ പ്രായത്തിലാണ് ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ പിതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത്. ഞങ്ങൾ ഹൈറേഞ്ചിൽ താമസിക്കുമ്പോൾ അവിടെ ബാലഗ്രാമിൽ ഞാൻ ജനിച്ചു. അതിൻ്റെ ശേഷം അവിടെ ഉള്ള എൻ്റെ പിതാവ് അവിടെ അനവധി അവിടെ കർത്താവിൻ്റെ വേലയിൽ ഓരോ സ്ഥലങ്ങളും അവിടെ ആയിരുന്നു. അതുപോലെ തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലും കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതമാകുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ മാതാവ് അതിൻ്റെ ശേഷം എൻ്റെ പിതാവ് നിത്യതയിൽ ചേർക്കുമ്പോൾ എൻ്റെ മാതാവിന് 44 വയസ്സ് മാത്രമേ ഉള്ളൂ. എനിക്ക് 5 എനിക്ക് 4 സഹോദരങ്ങളുണ്ട്. ഞാൻ കൂടാതെ ഞങ്ങൾ 5 മക്കളാണ്. ഏറ്റവും മൂത്തത് ചേച്ചിയാണ്. അവർ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ഒരു പാസ്റ്റും കുടുംബമായിട്ട് അവർ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടാമത് എൻ്റെ ചേച്ചി, അവര് കർത്താവിൻ്റെ വേലയിലല്ല, ഇപ്പോൾ ആ ചേച്ചി കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അവര് കുടുംബമായിട്ട് സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ച് ഒരു വിശ്വാസ ജീവിതം നയിച്ച് ആ ചേച്ചിയും കുഞ്ഞുങ്ങളും ഹസ്ബൻഡും എല്ലാം കുടുംബമായിട്ട് സന്തോഷത്തോടെ ആയിരിക്കുന്നു. പിന്നീട് എനിക്കുള്ളത് എൻ്റെ സഹോദരനാണ്, ഏക സഹോദരൻ. കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തില് കോട്ടയത്ത് തന്നെ ഇന്ന് പുതുപ്പള്ളിയിൽ ഒരു ചർച്ചിൽ കർത്താവിൻ്റെ വേല, ഒരു ചർച്ച് അദ്ദേഹത്തിനുണ്ട്. അവർ കുടുംബമായി കർത്താവിൻ്റെ വേല ചെയ്യുന്നു. എൻ്റെ സഹോദരൻ്റെ ഭാര്യ ബൈബിൾ കോളേജ് അധ്യാപികയാണ്. അവർ ആ നിലകൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ എൻ്റെ 2 ചേച്ചിമാര്, മൂത്തതും അതിൻ്റെ ഇളയത് സഹോദരനും അതിൻ്റെ ഇളയത് ഞാൻ ഇന്ന് ബീഹാറിൽ കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിലായിരിക്കുന്നു. എനിക്ക് ഇളയതൊരു സഹോദരിയുണ്ട്. അവളും വിവാഹം കഴിഞ്ഞു. അവർക്ക് കുഞ്ഞുങ്ങളൊന്നുമില്ല. അവരും അവൾക്ക് ചെറിയ പ്രായത്തിലൊക്കെ കർത്താവിന് വേണ്ടി ഒരുപാട് പ്രയോജനപ്പെട്ടു. വളരെ നല്ല കൃപാവരങ്ങളാൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട പൈതലാണ്. അങ്ങനെ ഇന്നും അവളും ദൈവത്തിന് വേണ്ടി പല നിലകളിൽ അവളായിരിക്കുന്ന ചർച്ചിലും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ 5 മക്കളും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് പറയുന്നതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം ഞങ്ങളുടെ പിതാവ് കർത്താവിന് വേണ്ടി അധ്വാനിച്ചു, കർത്താവിൻ്റെ വേല ചെയ്തു. അത് ഞങ്ങൾ അത് കണ്ട് കേട്ട് ജീവിതത്തിൽ വളർന്ന മക്കളായതുകൊണ്ട് ഞങ്ങൾ ഇന്നും അതിൽ നിന്ന് പിന്മാറിയില്ല. ഇന്നത്തെ പോലെ ഒരു ജീവിതം അല്ലായിരുന്നു എൻ്റെ ചെറുപ്പകാലത്തിലെ ജീവിതം. അനേക സ്ഥലങ്ങളിൽ ഞങ്ങൾ കയറി ഇറങ്ങി കർത്താവിൻ്റെ വേല ചെയ്തു. അന്നത്തെ പാഴ്സനേജ് ജീവിതമാണ്
എൻ്റെ പാഴ്സണേജ് ഞങ്ങളുടെ പാഴ്സണേജ് ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമേറിയ ജീവിതമാണ്. വളരെ പട്ടിണിയും പ്രയാസവും ഒക്കെ ഉണ്ടായിരുന്ന അന്നത്തെ ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഭയങ്കര സന്തോഷമുള്ള ഒരു കാലമുണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങള് ഓരോ സ്ഥലങ്ങളൊക്കെ ഒത്തിരി ദൂരങ്ങൾ യാത്ര ചെയ്ത്, വളരെ ദൂരം യാത്ര ചെയ്ത് ചൂട്ട് അങ്ങ് ഇന്ന് പറഞ്ഞാൽ ആർക്കും അറിയുമോന്ന് എനിക്കറിയില്ല. ചൂട്ടൊക്കെ കത്തിച്ച് പിടിച്ചുകൊണ്ട് ഇങ്ങനെ വീശി വീശിയൊക്കെ പോയി മീറ്റിങ്ങുകൾക്കൊക്കെ കടന്നു പോകുന്ന സമയങ്ങൾ ഉണ്ട്. അങ്ങനെ ഞങ്ങള് വളരെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ചിരുന്നു. പ്രയാസങ്ങളും പട്ടിണികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിലും ഈ ദൈവത്തെ ത്യജിച്ച് പറയാതെ ആ കർത്താവിന്റെ പാതയിൽ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആയിരിക്കാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകള് പ്രയാസങ്ങളൊക്കെ കർത്താവ് മാറ്റിത്തന്നു. ശ്രേഷ്ഠകരമായ രീതിയിൽ ദൈവം ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്നു. ഞങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകത്തക്ക രീതിയിൽ ദൈവം ഞങ്ങളെ മാനിച്ചു. അതിനായി ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ, ഞാനൊരു പാസ്റ്ററുടെ മോളായതുകൊണ്ടല്ല ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചത്. എൻ്റെ ചെറിയ പ്രായത്തില് ഞാൻ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെയാണ് ഞാൻ സ്നാനപ്പെടുന്നതും കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു. എനിക്ക് 10 വയസ്സുള്ളപ്പോഴ് എനിക്ക് അതിഭയങ്കരമായ ഒരു തലവേദന വന്നു. ആ തലവേദന എന്ന് പറഞ്ഞാൽ എനിക്ക് അസഹ്യമായ വേദനയാണ്. തല ഇവിടുന്ന് പൊട്ടി ഒരു സൈഡ് പൊട്ടിപ്പോകുന്നു. എനിക്ക് ഒന്നും അറിയത്തില്ലാത്ത വേദന. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, "മോനെ, നീ ദൈവത്തിന് വേണ്ടി അങ്ങ് സമർപ്പിക്കുക. അപ്പോൾ കർത്താവ് നിന്നെ സൗഖ്യമാക്കും" എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുഞ്ഞല്ലേ, ഞാനപ്പോഴങ്ങ് അങ്ങ് വിശ്വസിച്ചു, കർത്താവിന് എന്നെ സമർപ്പിച്ചു. ആ സമയത്ത് അങ്ങനെ ഇരുന്ന് എനിക്ക് ആ വേദനയ്ക്കൊരു മാറ്റമുണ്ടായി. അപ്പോൾ അന്ന് അവിടെ ഞങ്ങളുടെ ചർച്ചിൽ സ്നാന ശുശ്രൂഷ നടക്കുന്നുണ്ട്. എനിക്ക് സ്നാനപ്പെടണം എന്ന് ഞാന് നിർബന്ധം പിടിച്ചു. 10 വയസ്സുള്ള കുഞ്ഞായതുകൊണ്ട് എൻ്റെ പിതാവ് അതിന് സമ്മതിച്ചില്ല. വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, "ഇല്ല, എനിക്ക് സ്നാനപ്പെടണം. 10 വയസ്സുള്ള കുഞ്ഞ് എന്തിനാ ഇപ്പോൾ സ്നാനപ്പെടുന്നത്?" അങ്ങനെ ഞാൻ 10 വയസ്സുള്ളപ്പോഴ് ഞാൻ സ്നാനപ്പെട്ടത് എരുമേലിയിലാണ് ഞാൻ സ്നാനപ്പെട്ടത്. അന്ന് എൻ്റെ പിതാവ് ആഹ് ആഹ് ഉം ആലപ്ര എന്നൊരു സ്ഥലമുണ്ട് പൊന്തപ്പുഴയ്ക്കടുത്ത്. അവിടെയാണ് ശുശ്രൂഷയിലായിരിക്കുന്നത്. എരുമേലിയില് ഞാൻ സ്നാനപ്പെടുവാൻ പോകുമ്പോൾ അവിടെ ചെറുവള്ളി എസ്റ്റേറ്റിനകം അതിൽ അതിന്റെ നടുക്കൂടെ ഒരു ആറ് ഒഴുകുന്നുണ്ട്. 5 കിണറെന്ന് പറയും. 5 കിണറ്. 5 കിണറാണ് അതിനകത്തുള്ളത്. 5 കിണറ്റിൽ അത് ആറിന്റെ നടുക്ക് 5 നല്ല 5 കിണറായിട്ടാ അത്. ആ ഒരു കിണറ്റിലാണ് സ്നാനപ്പെടാനായിട്ട് ഇറക്കി നിർത്തിയ വെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ ഏറ്റവും ചെറുതായതുകൊണ്ട് എന്നോടൊപ്പം 5 പേര് സ്നാനപ്പെട്ടു. അവരെ കിണറ്റിനകത്ത് സ്നാനപ്പെടുത്തി. എന്നെ ആ കിണറ്റിന്റെ വക്കത്ത് കയറ്റി നിർത്തി സൈഡിൽ സ്നാനപ്പെടുത്തി. കാരണം ഇത്രയും കുഞ്ഞു കൊച്ചായതുകൊണ്ട് അത് മുങ്ങിപ്പോകും. അതുകൊണ്ട് അത്രയ്ക്കും ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് 5 കിണറിന്റെ സൈഡിൽ നിന്ന് ഇന്നും ഞാൻ അന്നത്തെ പോലെ ഓർക്കുന്നു. അങ്ങനെ സ്നാനപ്പെടുവാനും ദൈവത്തോട് ചേരുവാനും ഒക്കെ കർത്താവിനെ സഹായിച്ചു. എൻ്റെ ജീവിതത്തില് മുമ്പോട്ടുള്ള ജീവിതത്തിലൊക്കെ വളരെ അച്ചടക്കത്തോടും വളരെ സൗമ്യതയോടും വളരെ ദൈവിക വഴികളിൽ തന്നെ നടക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ അങ്ങനെ അഭ്യസിപ്പിച്ചു. ആ നിലകളിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ടുള്ള സമയങ്ങൾ പോകുന്നത്. 1989 എൻ്റെ പിതാവ് ഞങ്ങൾ ചിങ്ങാർമല എന്നുള്ള സ്ഥലത്ത് എഴുമറ്റൂർ അടുത്ത് അവിടെ ഞങ്ങളായിരിക്കുമ്പോൾ എൻ്റെ പിതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അതിന്റെ ശേഷം ആ സമയത്ത് എൻ്റെ ചേച്ചിമാരെയൊക്കെ വളരെ ചെറുപ്പത്തിലെ വിവാഹിതരായതാണ്. എൻ്റെ ആങ്ങളെയും ഞാനും എൻ്റെ അനുജത്തിയും മാത്രമായി ഞങ്ങൾ ആ പാഴ്സണൽ ജീവിതം നയിക്കുമ്പോൾ എൻ്റെ പിതാവ് ആ മാറ്റപ്പെട്ടപ്പോൾ പിന്നെ ഞങ്ങളുടെ നാട് കോട്ടയമാണ്. ഞങ്ങളുടെ മാതാവിന്റെ പിതാവിന്റെയും നാട് കോട്ടയമാണ്. ഞങ്ങൾ ഹൈറേഞ്ചിൽ ജനിച്ചു വളർന്നുവെങ്കിൽ തന്നെയും ഞങ്ങളുടെ നാട് സ്വന്തം ദേശം കോട്ടയമാണ്. ആ കോട്ടയത്തേക്ക് ഞങ്ങളുടെ മാതാവിന്റെ പിതാവും സഹോദരിയും കൂടെ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോന്നു. അങ്ങനെ ഞങ്ങള് ആ ദേശത്തുനിന്ന് ഞങ്ങൾ ആ ചെങ്ങാറമല എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഞങ്ങൾ വീണ്ടും കോട്ടയത്തേക്ക് മടങ്ങി വന്നു. അങ്ങനെ കോട്ടയത്ത് മടങ്ങി വന്ന് അവിടെ വന്ന് ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ചെറുതാണ്, മാതാവ് വളരെ പ്രായം കുറവാണ്. പിന്നെ ആങ്ങള കുടുംബത്തിന്റെ ഭാരം ഏറ്റെടുത്തു. ഞങ്ങളെ 2 സഹോദരിമാരെ പോറ്റാൻ വേണ്ടി എൻ്റെ ആങ്ങള തടി വെട്ടാനും തടി ചുമക്കാനും തന്റെ വിദ്യാഭ്യാസമൊക്കെ കളഞ്ഞിട്ട് അതിനു വേണ്ടി പോയി. ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞങ്ങളുടെ സഹോദരനും എൻ്റെ മാതാവ് വളർത്തിയത്. എൻ്റെ മാതാവിനെ എം ടി സെമിനാരിയില് ഒരു ജോലി അവിടെ ഒരു ജോലി ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ അതിൽ കൂടെ ഞങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ ഓർത്ത് അങ്ങനെ വളർത്തി. അന്ന് എൻ്റെ പിതാവ് ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിലെ ഒരു പാസ്റ്റർ ആയിരിക്കുമ്പോഴാണ് കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടത്.
എന്നാൽ ആ ചർച്ചിൽ നിന്ന് ഞങ്ങൾക്ക് ചെറിയൊരു സഹായങ്ങളൊക്കെ ലഭിച്ചുവെങ്കിലും സഹായങ്ങളൊന്നും ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിതത്തിന് ഒന്നും ആകത്തില്ല. ഞങ്ങൾക്ക് വസ്തു, സ്ഥലമില്ല, ഒന്നുമില്ല. പിതാവ് വിശ്വാസ ജീവിതം നയിച്ചു വന്നതുകൊണ്ട് ഒന്നുമില്ല. അങ്ങനെ ഞങ്ങളുടെ മാതാവിന്റെ ഭവനത്തിൽ ഞങ്ങൾ വന്ന് താമസിച്ചു. എൻ്റെ മാതാവിന് അവർ 3 സഹോദരിമാരാണ്. രണ്ടാമത്തെയാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മച്ചിക്ക് എൻ്റെ അപ്പച്ചന് 2 സെന്റ് സ്ഥലം കൊടുത്തു. ആ സ്ഥലത്ത് ഞങ്ങളൊരു വീട് വച്ചു. അവിടെയാണ് ഇപ്പോൾ പാർക്കുന്നത്. അങ്ങനെ മുന്നോട്ട് കടന്നു പോകുന്നു. ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിലെ വിശ്വാസികളായിട്ട് ഞങ്ങൾ അങ്ങനെ മുൻപോട്ട് പോയി. അപ്പോൾ തന്നെയാണ് അതിന്റെ ശേഷം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ബൈബിൾ കോളേജിൽ പഠിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായപ്പോൾ എനിക്ക് ബൈബിൾ കോളേജിൽ പോകാനായിട്ടൊക്കെ വളരെ പ്രയാസം ഉണ്ടായിരുന്നു. നല്ല ബൈബിൾ കോളേജിലൊക്കെ പഠിക്കുവാനൊക്കെ കർത്താവ് എനിക്ക് കൃപ ചെയ്തു. അവിടുന്നാണ് ഞാൻ ബീഹാറിലേക്ക് കടന്നു വരുവാനും ഒക്കെ ദൈവം ഇടയാക്കിയത്. എൻ്റെ വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. പാസ്റ്റർ ടി ജോസ് എനിക്ക് വളരെ ആശ്വാസമായിരുന്നു. എന്നെ ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് എൻ്റെ വിവാഹം നടത്തി തരുമ്പം. അപ്പൊ എൻ്റെ പിതാവിന്റെ മരണസമയത്താണ് ഈ പാസ്റ്റർ ടി ജോസ് സാറ് ബൈബിൾ കോളേജിൽ പഠിക്കുന്നത്. അദ്ദേഹം ആ സമയത്ത് ഞങ്ങളുടെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ കണ്ടതാണ്. അന്ന് അദ്ദേഹം തീരുമാനമെടുത്ത് ഇവരെ ഹെൽപ്പ് ചെയ്യണമെന്ന്. അങ്ങനെയാണ് ഞങ്ങളെ ഇത്രത്തോളം സഹായിക്കുവാനും എല്ലാം കരുതുവാനും ഒക്കെ ഇടയായി തീർന്നത്. ദൈവത്തിന് വേണ്ടി ഇതുവരെയും നിൽക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ സഹായിച്ചു. കർത്താവ് ഞങ്ങളെ നടത്തിയ ഓരോ വഴികൾ ഓർക്കുമ്പോൾ വലിയ അത്ഭുതകരമാണ്. ഞാൻ ബീഹാറിലായിരുന്നപ്പോൾ എൻ്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ എൻ്റെ മാതാവ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഇന്ന് എൻ്റെ മാതാവ് വളരെ സന്തോഷത്തോടെ ആയിരിക്കുന്നു. അത്യാവശ്യം തൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ തക്കവണ്ണം മാതാവിനെ കർത്താവ് സഹായിക്കുന്നുണ്ട്. സഹോദരങ്ങളും എല്ലാം സന്തോഷമായിട്ടിരിക്കുന്നു. ഞങ്ങളെല്ലാം വളരെ സന്തോഷത്തിലാണ്. കഴിഞ്ഞ 1, 2, 3 മാസത്തോളം എനിക്ക് എൻ്റെ ഭവനത്തിൽ പോയി എല്ലാവരെയും കാണുവാനും എല്ലാവരോടും സന്തോഷിക്കുവാനും ഒക്കെ കർത്താവ് കൃപ ചെയ്തു. ഇപ്പോൾ ഞാനിവിടെ ആയിരിക്കുമ്പോഴും വളരെ സന്തോഷമായിട്ട് ആയിരിക്കുന്നു. എൻ്റെ മൂത്ത മോന് ഡിഗ്രി കഴിഞ്ഞിട്ട് മോന് ഈ വൈവാം യൂത്ത് വിത്ത് മിഷനിൽ ഒരു ട്രെയിനിങ് പൂർത്തീകരിച്ച് ഇപ്പോൾ ഈ ഭവനത്തിൽ ഇപ്പോൾ ഇവിടെയുണ്ട്. തുടർന്ന് കർത്താവ് എങ്ങനെ നയിക്കുന്നു അതുപോലെ പോകുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ വളരെ സന്തോഷത്തോടെ ഞങ്ങളായിരിക്കുന്നു. പിന്നീട് ഇവിടെ ബീഹാറിലുള്ള എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ മിഷൻ പ്രവർത്തനത്തിനോടനുബന്ധിച്ച് വളരെ പ്രതികൂലങ്ങൾ ഞങ്ങൾക്ക് നേരിട്ടു. 2022 ഞങ്ങൾക്ക് വളരെ ഒരു പ്രയാസമുണ്ടായി. ഞങ്ങൾക്ക് പുറത്തു പോലും ഇറങ്ങുവാൻ വയ്യാതെ പിന്നെ വലിയ പ്രയാസത്തിലായിരുന്നു. ഗ്രാമത്തിൽ ഞങ്ങൾക്കൊരു ചർച്ചുണ്ട്. ആ ചർച്ചിൽ വളരെ പ്രതിസന്ധി ഉണ്ടായി. ആ ചർച്ച് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുവാൻ ഒരു വലിയ സംഭവമുണ്ട്. ഞങ്ങളിവിടെ ബാഗൽപൂരിൽ ഇവിടെ ആയിരുന്നപ്പോൾ ഇവിടെ ബാഗൽപൂരിൽ ഞങ്ങൾ കർത്താവിന് വേലയുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ അത് വേറൊരു ഓർഗനൈസേഷനുള്ള ബന്ധത്തിലാണ്. ഞങ്ങൾ നസ്രയത്ത് മിഷൻസ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തോട് ചേർന്നാണ് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സുനിൽ കോശി അദ്ദേഹത്തോടൊപ്പമാണ് ഞങ്ങൾ കർത്താവിന്റെ വേല ചെയ്തത്. ഞങ്ങളെ ആ ദേവദാസനെ ഒരിക്കലും മറക്കുവാൻ കഴിയില്ല. ആ കുടുംബത്തെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല. ആ ദൈവദാസനാണ് ഞങ്ങളെ വിശ്വാസത്തിലും ഞങ്ങളെ ആത്മീയതയിലും വളരെ ഉറപ്പിച്ചത്. ഞങ്ങളുടെ പാസ്റ്റർ സുനിൽ കോശിയും അദ്ദേഹത്തിന്റെ വൈഫ് സുജ കോശിയുമാണ്. സുജ സുനിലുമാണ്. അവർ ഞങ്ങൾക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. ഞങ്ങളെ ആത്മീയത്തില് വലിയ വിശ്വാസത്തിൽ ഞങ്ങൾ വളരെ ഉറപ്പിച്ചു. ഞങ്ങളെ ഒരുപാട് ധൈര്യപ്പെടുത്തി ഇവിടെ ഞങ്ങളെ ആക്കി കടന്നുപോയത്. അവരുടെ അവരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളൊക്കെ വലിയ ഞങ്ങൾക്ക് ഭയങ്കര പഠിക്കുവാനുണ്ടായ ഒരു അനുഭവമാണ്. ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കുവാൻ തക്കവണ്ണം അവരാണ് ഞങ്ങൾക്ക് ഒത്തിരി കരുത്ത് നൽകിയത്. അവരെ ഞാൻ ഇപ്പോൾ നന്ദിയോടെ ഓർക്കുന്നു. ആ ദേവദാസൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന് വേല ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരുന്ന ചർച്ച് തുടങ്ങുന്നത്. ആ ചർച്ച് തുടങ്ങാൻ പ്രത്യേക ഒരു സാഹചര്യമുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ഇവിടെ അടുത്തുള്ളൊരു സഹോദരൻ പറഞ്ഞു, ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒന്ന് വരാമോ എന്ന് ചോദിച്ചപ്പം പോകാം എന്നുള്ള താല്പര്യത്തിൽ ഒരു ഫിലിം ഷോ നടത്താം എന്നുള്ള താല്പര്യത്തിൽ ഫിലിം ഷോ നടത്തുവാൻ വേണ്ടി ആ ദേവദാസന് ഈ ദേവദാസനും ഇവർ രണ്ടുപേരും കൂടെ കടന്നുപോയി. അങ്ങനെ ഫിലിം ഷോ നടത്തി. ആ ഫിലിം ഷോയിലൂടെയാണ് ആ ചർച്ച് ഞങ്ങൾക്ക് രൂപപ്പെട്ട് കിട്ടിയത്. ആ ഫിലിം ഷോ നടത്താൻ ചെന്നപ്പോൾ അതിനടുത്തുള്ളൊരു വീട്ടുകാരവിടെ വന്ന് ഈ ഫിലിം ഷോ കണ്ടവർക്ക് ഭയങ്കര സന്തോഷമായി. അവർ വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ചെല്ലുകയാണ്. ഫിലിം ഷോ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ഇവർ അവിടെ വീട്ടിൽ കടന്ന് പിറ്റേ ദിവസം രാവിലെ അവിടെ ചെല്ലുമ്പോൾ ആ വീട്ടിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രതികൂലമായ ഒരു സാഹചര്യമാണ്. ആ
അതൊരു ഹൈവേയുടെ സൈഡിലാണ് ആ വീട് ഇരിക്കുന്നത്. അവരുടെ വീട്ടിലെ സംഭവം എന്ന് പറഞ്ഞാല് ഒരു ഭയങ്കര പൈശാചി ബന്ധനത്താല് ആയിരിക്കുന്ന ഒരു കുടുംബമാണ് ആ കുടുംബം ആ ഗ്രാമത്തില്. അവര് നോർത്ത് ഇന്ത്യയിലൊക്കെ പിന്നെ നെല്ല് അതുപോലെ ഗോതമ്പൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന വലിയ ഡ്രം അല്ല, മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ വലിയ 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 ഡ്രമ്മ് വേണം പറയാൻ. അതുപോലെ വലുതായിട്ടൊരു മണ്ണ് കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന വലിയ പിന്നെ 3 ക്വിന്റലൊക്കെ അരിയും നെല്ലും ഗോതമ്പും ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു പാത്രങ്ങളാണ്. വലുത് മണ്ണ് കൊണ്ടാണ്. അതിന് അടിയിൽ ഇങ്ങനെ തുറന്നിട്ട് അടിയിൽ ഒരു ചെറിയ തട്ടാണ്. അപ്പൊ അതിൽ കൂടെ ഇങ്ങനെ കിളിവാതിൽ പോലെ ഇട്ടിട്ട് അതിൽ കൂടാണ് ഇങ്ങനെ പിന്നെ ആ സാധനങ്ങൾ അവരെടുക്കുന്നത്. ഇതിട്ടിട്ട് അവരവിടെ ഇട്ടേച്ച് അവര് പിന്നെ അവരുടെ കൃഷിയെല്ലാം അവിടെ വെച്ച് അതെല്ലാം അവര് വെച്ചേച്ച് അവര് പിന്നെ ചെന്ന് പിറ്റേ ദിവസം ചെന്ന് അത് എടുക്കാൻ നോക്കുമ്പോൾ ഒരു മണി ഗോതമ്പോ അരിയോ നെല്ലോ ഒന്നും കാണത്തില്ല. അതെവിടെ പോകുന്നു? അത്രയും 3 ക്വിന്റലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതെവിടെ പോകുന്നു? അത് അറിയത്തില്ല. അങ്ങനത്തെ ഒരു പ്രതിസന്ധി പിടിച്ചൊരവസ്ഥ. പിന്നീട് ആ വീട്ടിലുള്ളവർ ഭക്ഷണം ഉണ്ടാക്കി വെച്ചാല്, ചോറ് കറികളൊക്കെ അവിടുത്തെ മാതാവ് ഉണ്ടാക്കി വെച്ചാല് അത് വിളമ്പാൻ ചെല്ലുമ്പോഴത്തേന് അവരവിടുന്നങ്ങ് മാറിപ്പോയി. വെച്ചിട്ട് അവരവിടോട്ടൊന്ന് മാറിപ്പോയി കഴിഞ്ഞാല് കഴുകി കമത്തി വെച്ച പോലെ ഇരിക്കും. ഒന്നും കാണത്തില്ല. ആ അതെല്ലാം എവിടെ പോകുന്നെന്ന് അവർക്കും അറിയത്തില്ല. അങ്ങനെ പല പ്രാവശ്യമായിട്ട് അവര് മടുത്തു. വളരെ ബുദ്ധിമുട്ടിലും അവരങ്ങനെ ആയിത്തീർന്നു. അതിന്റെ ശേഷം അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് അവര് വിളിച്ചു. ആ പ്രാർത്ഥനയില് ഈ ദൈവദാസന്മാർ 2 പേരും അവിടെ കടന്ന് ചെന്ന് പ്രാർത്ഥിച്ചു. വലിയ അത്ഭുതമുണ്ടായി. ആ പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നീട് അവരവിടെ സംഭരിച്ചു വെച്ചിരുന്ന ആ ധാന്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പവും ഉണ്ടായില്ല. അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണവും അതേ സമയത്ത് അവിടെ ഇരിപ്പുണ്ട്. ഒരു കുഴപ്പവുമില്ല. അപ്പൊ അവർക്ക് വിശ്വാസമായി. അവർക്ക് ഭയങ്കര വിശ്വാസമായി. ഈ ദൈവമാണ് ദൈവം. ഞങ്ങളിപ്പോ വിളിക്കുന്ന മണ്ണും കല്ലും ഒന്നുമല്ല ദൈവം. ഈ ദൈവം ആണ് സത്യം. അന്ന് മുതൽ ആ കുടുംബം പൂർണ്ണമായിട്ട് കർത്താവിന് വേണ്ടി വേർതിരിഞ്ഞു. ആ കുടുംബത്തിൽ നിന്ന് 5 പേർ കർത്താവിന്റെ ജലത്തിൽ സാക്ഷീകരിപ്പാൻ തക്കനിടയായി തീർന്നു. ആ കുടുംബത്തിലെ ഒരു മോന് ബൈബിൾ കോളേജിൽ പോയി പഠിച്ചു, BTH പൂർത്തീകരിച്ച് ഇന്ന് കർത്താവിന്റെ വേലയിൽ ഇവിടെ ഞങ്ങളോടൊപ്പം ഇവിടെ ആയിരിക്കുന്നു. ഞങ്ങൾ തന്നെയാണ് ബൈബിൾ കോളേജിൽ വിട്ട് പഠിപ്പിച്ചു. ഇന്ന് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ആ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് ഞങ്ങൾക്ക് വലിയ ആശ്വാസവും വലിയ അനുഗ്രഹവുമാണ്. അവിടെ അനുഗ്രഹിക്കപ്പെട്ട സഭയായിട്ട് അത് പോകുന്നു. വളരെ പ്രതിസന്ധികൾ ഞങ്ങൾക്ക് അവിടെയുണ്ട്. ആ ഗ്രാമം മുഴുവൻ കർത്താവിന് വേണ്ടി ഒരുപാട് പേര് അവിടെ ഇത് കണ്ട് അത്ഭുതം കണ്ട് കർത്താവിന് വേണ്ടി ഇറങ്ങി. എന്നാൽ പലരും പിന്നോട്ട് വലിഞ്ഞ അനുഭവങ്ങളുണ്ട്. പ്രതികൂലം കടന്നു വന്നപ്പോൾ പലരും പിന്നോട്ട് പോയി. എന്നാൽ അതിന്ന് പലരും ഒരുപാട് പേര് പിൻവലിഞ്ഞെങ്കിൽ തന്നെയും 35 പേര് ഇപ്പോഴും ഇവിടെ ആരാധനയ്ക്ക് വരുന്നുണ്ട്. യഥാർത്ഥമായിട്ട് ദൈവത്തിന് വേണ്ടി ശക്തമായി നിൽക്കുന്ന ഒരു ആരാധന ആലയം ഞങ്ങൾക്ക് അവിടെ ഉണ്ട്. ഹൈവേയുടെ സൈഡില് എന്ന് അവിടെ പ്രവർത്തനം തുടങ്ങി അന്ന് മുതൽ പിശാച് വളരെ ശക്തമായിട്ട് അവിടെ പോരടിക്കുകയാണ്. ആ പ്രവർത്തനത്തിൽ അവരാരും പിരിവുകളോ ഒന്നും കൊടുക്കത്തില്ല. പൂജ കാര്യങ്ങളൊന്നും ചെയ്യാൻ കൊടുക്കത്തില്ലാത്തത് കൊണ്ട് അവർക്ക് ഭയങ്കര വിദ്വേഷമാണ്. എങ്ങനെയെങ്കിലും ഇതിവിടെ നിർത്തലാക്കണം എന്ന് പറഞ്ഞ് അവിടുന്ന് 2022 വളരെ പ്രതികൂലമുണ്ടായി. ഞങ്ങൾ ഇവിടുന്ന് ആരാധന നടത്തുവാൻ അവിടെ കടന്നു ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ചെല്ലാൻ മേലാത്ത രീതിയിൽ വളരെ പ്രയാസമുണ്ടായി. ആ പ്രയാസത്തിൽ നിന്നൊക്കെ ദൈവം ഞങ്ങളെ വിടുവിച്ചു. ഞങ്ങൾ എപ്പോൾ ചെന്നാലും മീഡിയ അവിടെ വരും. അവിടെ വന്ന് പിന്നെ അവർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവരത് മാനേജ് ചെയ്തു. അങ്ങനെ 6 മാസത്തോളം ഞങ്ങൾക്ക് ഒക്ടോബർ മുതൽ ഒരു ജനുവരി വരെയും പോകാൻ വയ്യാതെ 2023 ജനുവരി മാസത്തിൽ ദൈവം ഞങ്ങൾക്ക് വീണ്ടും അത് റീഓപ്പൺ ആക്കി തന്നു. അതിനുശേഷം 6 പേര് ആ പ്രതിസന്ധിയിൽ തന്നെ 6 പേർ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാൻ തക്കോണം കർത്താവ് സഹായിച്ചു. അങ്ങനെ ആ സഭ അനുഗ്രഹമായി അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഇപ്പൊ ഹൈവേയുടെ സൈഡിലായതുകൊണ്ട് അത് ഗവൺമെന്റ് സ്ഥലമാണെന്ന് പറഞ്ഞ് അത് പൊളിച്ചു കളയണമെന്ന് പറഞ്ഞ് അത് വെച്ച് നിമിഷം തൊട്ട് തന്നെ ആ വീട്ടുകാരാണ് ഞങ്ങൾക്ക് ആരാധനയ്ക്ക് അവിടെ സ്ഥലം തന്നത്. അവരുടെ മുറ്റത്ത് ആരാധനാലയം പണിതു. അവിടെ മനോഹരമായ ആരാധനാലയം ഉയർന്നു. അത് പൊളിച്ചു കളയാൻ വേണ്ടി നാട്ടുകാരും അയൽവക്കംകാരും എല്ലാം ഭയങ്കര പ്രശ്നമാണ്. അതിപ്പം അത് ഗവൺമെന്റിന്റെ സ്ഥലത്താണ് എന്ന് പറഞ്ഞത് പൊളിച്ചു കളയാണ്ടിരിക്കുന്നു. ഇതുവരെയും അത് 2016 അതവിടെ അവിടെ ആ വേല തുടങ്ങിയത്. 2018 മനോഹരമായ ആലയം അവിടെ ഉണ്ടായി. അത് പൊളിച്ചു കളയാൻ വേണ്ടി വളരെ പ്രയാസത്തിലൂടെ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നാൽ ഇന്ന് വരെ അത് പൊളിക്കാനായിട്ട് ദൈവം അനുവദിച്ചിട്ടില്ല. കർത്താവ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെയും അത് നോട്ടീസൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് അത് പൊളിച്ചു കളയുമെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് നല്ല വിശ്വാസമുണ്ട്
ദൈവം അതിന് അനുവദിക്കത്തില്ല. അത് പൊളിച്ചു കളയത്തില്ല. അത് പൊളിച്ചു കളഞ്ഞാൽ കർത്താവ് അതിന് മുൻപായിട്ട് ഞങ്ങൾക്കുള്ള ഒരു സ്ഥലം, ഒരു ആരാധനാ ആലയത്തിനുള്ള സ്ഥലം കർത്താവ് തന്നിട്ടേ അത് പൊളിച്ചു കളയത്തുള്ളൂ എന്ന് എനിക്ക് നല്ല ഉറപ്പും ധൈര്യവുമുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ ആയിരിക്കുന്നിടത്ത് ഒരു ആരാധന നടക്കുന്നുണ്ട്. ഇവിടെയും ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ഇവിടെയും 6 കുടുംബം ഈ ഭവനത്തിൽ വന്ന് ആരാധിക്കുന്നുണ്ട്. അങ്ങനെ 2 ആരാധനകൾ. പിന്നെ ഞങ്ങൾക്കുള്ളതെല്ലാം ഹൗസ് ചർച്ചുകളാണ്. അങ്ങനെ ഹൗസ് ചർച്ചുകൾ ഞങ്ങൾക്ക് ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ബാക്ക ജില്ലയിലും ഭാഗൽപൂർ ജില്ലയിലുമായിട്ട് ഞങ്ങൾ കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്നു. ഈ പ്രതിസന്ധികളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ഇവിടെ ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെ ഞങ്ങളുടെ ശാരീരികമായിട്ടും ഞങ്ങളെ മാനസികമായിട്ടും വളരെ തളർത്തി കളയുന്ന അനുഭവങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. വളരെ സാമ്പത്തിക പ്രതിസന്ധികൾ ഞങ്ങൾക്ക് ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എങ്ങനെയാകും, എങ്ങനെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും, ആര് ഞങ്ങളെ കരുതും എന്നൊക്കെ ഓർത്ത് വളരെ പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ സമയങ്ങളും ഞങ്ങൾക്ക് ഒരുപാടുണ്ട്. ഈ കുഞ്ഞുങ്ങളെ ഇട്ടുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം പോലും കഴിക്കാതെ ഇരുന്ന സമയങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. വളരെ ഈ കുഞ്ഞിന് പോലും ഒരു ഭക്ഷണം കൊടുക്കാൻ ബുദ്ധിമുട്ടിയ സമയങ്ങളുണ്ട്. ഇന്ന് ഞങ്ങൾ സഹർഷയിലായിരുന്ന സമയത്ത് ഞാനിപ്പോൾ ഓർക്കുന്നു. ഞങ്ങൾ താമസിക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് അന്ന് 1 വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ. കുഞ്ഞു മോന്. ആ സമയത്ത് ഈ ഒന്നുമില്ല, ഭക്ഷണത്തിനൊന്നും കൊടുക്കാൻ മാർഗ്ഗമില്ലാഞ്ഞിട്ട് ഇരുന്ന സമയത്ത് ഇവിടെ മൂടി എന്ന് പറയും, ഈ അരിയുടെ മലര്, ആ സാധനം കൊണ്ട് അതിങ്ങനെ കിട്ടിയാൽ ഉടനെ കുഞ്ഞിത് പെറുക്കി കഴിച്ച് ഇരിക്കുന്ന അതിന് പോലും 5 രൂപ കൊടുത്തത് വാങ്ങിക്കാൻ നിർവാഹമില്ലാതെ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഗ്രാമത്തിൽ നിന്ന് പോയിട്ട് കടന്നു വന്നപ്പോൾ അവിടുന്ന് ഒരു പയ്യൻ സുരേഷാന്റെ ഒപ്പം കടന്നു വന്നിട്ട് 5 രൂപയുടെ ഒരു ബിസ്ക്കറ്റ് എടുത്ത് മേടിച്ചു കൊണ്ടുവന്ന് ഈ കുഞ്ഞിന് കൊണ്ട് കൊടുത്തു. അപ്പൊ ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറഞ്ഞു. കർത്താവ്, ഞങ്ങളുടെ ആഗ്രഹങ്ങളെ ദൈവം അറിയുന്നല്ലോ. എൻ്റെ കുഞ്ഞിന് ഒരു ബിസ്ക്കറ്റ് പോലും വാങ്ങിക്കുവാനായിട്ട് മാർഗമില്ലാതെ ഞങ്ങൾ ഇരുന്നപ്പോൾ ആ ഗ്രാമത്തിലുള്ള കുഞ്ഞ് അത് ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊണ്ട് തന്നല്ലോ. അത് സന്തോഷത്തോടെ ആർത്തിയോടെ എൻ്റെ 2 കുഞ്ഞുങ്ങളും അത് കഴിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടവും വന്നു, ദൈവത്തിന്റെ മഹത്വവും കരയറ്റി. അങ്ങനെ പ്രതിസന്ധികളും ഒരുപാട് ബുദ്ധിമുട്ടുകളും അല്ലലും അലച്ചിലുകളും ഒരുപാട് ശാരീരിക ക്ഷീണങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നു. പിന്നീട് എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചില അത്ഭുതങ്ങളും കൂടെ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ രോഗിയായി ഭാരപ്പെട്ട സമയത്ത് സഹർഷ എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഞങ്ങൾ ഒരുപാട് കഷ്ടം സഹിച്ചത്. സഹർഷയുടെ മണ്ണിലാണ്. ആ സഹർഷയിൽ ഞാൻ ഒരുപാട് കഷ്ടം സഹിച്ചു. ആ സമയത്ത് ഇതുപോലെ എൻ്റെ കാലിന്റെ വേദന വളരെ ശക്തമായിട്ടുണ്ടായി. നീര് വെച്ചു. എന്ത് ചെയ്യണം എന്നറിയാതെ മുന്നോട്ട് പോകാൻ മേല, നടക്കാൻ മേല. ആ സമയത്ത് ഞാൻ ഇങ്ങനെ നീര് വെച്ച് കാലുമായിട്ട് എടുത്ത് നടക്കാൻ മേലാതെ ഭാരപ്പെട്ട സമയത്ത് എൻ്റെ 2 കുഞ്ഞുങ്ങൾ, അന്ന് എനിക്ക് ഇളയ മോന് 2 വയസ്സ് 1.5 വയസ്സൊക്കെ ഉള്ളൂ. ആ സമയത്ത് ഞങ്ങൾ ആരും കരുതാനോ നോക്കാനോ ഒന്നും ഇല്ലാഞ്ഞ സമയം, ഒറ്റപ്പെട്ട സമയം. ആ മലയാളികളൊന്നുമില്ല. അങ്ങനത്തെ ഇരിക്കുന്ന ഒരു സമയത്ത് ഈ എൻ്റെ കാലിന് നല്ല വേദനയാ, വളരെ ബുദ്ധിമുട്ടാ. ഈ കുഞ്ഞുങ്ങളുടെ സ്കൂളിൽ വിടണവരുടെ കാര്യങ്ങൾ നോക്കണം, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തത്. ഞാൻ ഈ രാത്രിയിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു സ്വപ്നം കാണുകയാണ്. ഒരു മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നു. ആ മെഡിക്കൽ ക്യാമ്പിൽ നിന്ന് ഒരാള് എന്നെ വന്ന് വിളിക്കുകയാണ്. സിസ്റ്റർ വന്ന് ഈ മെഡിക്കൽ ക്യാമ്പിന് വന്ന് പങ്കെടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സന്തോഷത്തോടെ ഞാൻ വരാം എന്ന് പറഞ്ഞ് ഞാൻ പോയി. ആ മെഡിക്കൽ ക്യാമ്പിന് ഞാൻ കടന്നു ചെല്ലുമ്പോൾ എൻ്റെ കാലിൽ നിന്ന് ഒരു സിറിഞ്ച് വെച്ച് ഇങ്ങനെ എന്തോ കുത്തിയെടുക്കുകയാണ്. ആ കുത്തിയെടുക്കുമ്പോഴത്തേന് അത് 2 ബക്കറ്റ് നിറച്ച് കറുത്ത ദ്രാവകം കുത്തിയെടുത്തു. ആ കുത്തിയെടുത്ത ദ്രാവകം ഇങ്ങനെ കുത്തിയെടുത്ത് മാറ്റി 2 ബക്കറ്റ് നിറച്ചുണ്ട്. അപ്പൊ എൻ്റെ കാല് ഭയങ്കര നീര് വെച്ചിരിക്കുന്ന. പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പം ഞാൻ ഈ സ്വപ്നം കണ്ട് കിടക്കുകയാണ്. ദർശനമല്ല, സ്വപ്നം കണ്ട് ഞാൻ കിടക്കുക. രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ എൻ്റെ കാലെല്ലാം ഭയങ്കരമായിട്ട് ഒട്ടി, ഒരു നീരുമില്ല, നല്ലതായിട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ഭയങ്കര അത്ഭുതം എനിക്കുണ്ടായി. ഞാൻ സുരേഷാനെ വിളിച്ച് പറഞ്ഞു, വെച്ചാൽ ഇത് കണ്ടോ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നതായിട്ട്, എന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്നതായിട്ട് ഞാൻ കണ്ടു. അങ്ങനെ ആദ്യം എനിക്ക് പൂർണ്ണ സൗഖ്യം. എൻ്റെ കർത്താവ് എന്നെ അന്ന് രാത്രിയിൽ സൗഖ്യം തന്നതാണ് അന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിന് ശേഷം എൻ്റെ കാലിന്റെ വേദന ഇന്ന് വരെ എനിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഭയങ്കര ഒരു സൗഖ്യം എൻ്റെ ശരീരത്തിലുണ്ടായി. അതിന്റെ ശേഷം ആ നീര് വന്ന അനുഭവങ്ങളോ ആ കാലിന്റെ വേദനയോ, അന്ന് എൻ്റെ മൂത്ത മോന് 1 വയസ്സുള്ളപ്പോൾ ഉണ്ടായ വേദന, അതൊരു പൈശാചിക ശക്തിയാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അത് എൻ്റെ കാലിൽ നിന്ന് കർത്താവ് പൂർണ്ണമായിട്ട് എൻ്റെ ശരീരത്തിൽ മാറ്റി ഞാൻ സൗഖ്യമുള്ളവളായി മാറി. അതിനുശേഷം വീണ്ടും ഞങ്ങൾ ഇവിടെ ഭാഗൽപൂരിൽ വന്നതിന്റെ ശേഷം
ബാഗൽപൂരിൽ വന്നതിന്റെ ശേഷം അന്നപ്പോഴും ഞങ്ങൾ പ്രയാസത്തിലും ഒക്കെ ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇവിടെ ഒരു പൂർണിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ സ്ഥലത്ത്, ഞങ്ങൾ കർത്താവിന് വേലയിലായിരുന്നു ആ സ്ഥലത്ത്, എൻ്റെ ആദ്യത്തെ മിഷൻ ഫീൽഡില് അവിടെ ഒരു കോൺഫറൻസ് നടക്കുവാൻ തൊണ്ടേത്ത്. ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് പേരുമൊക്കെ ആയിട്ട് കോൺഫറൻസിന് കടന്നുപോയി. അന്നൊക്കെ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ സാമ്പത്തികമായിട്ടും വളരെ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന സമയങ്ങളാണ്. അവിടെ കടന്നുപോയി ആ സമയത്ത് ഒരു കോൺഫറൻസിൽ അവിടെ ചെന്നപ്പോൾ അവിടെ അഭിഷേകൻ ദൈവാത്മാവിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി. ഞങ്ങൾ ആദ്യമായിട്ട് അവിടെ ചെന്ന് അവിടെ കയറി അങ്ങോട്ട് പിന്നെ അവിടെ ഇരുന്ന് എല്ലാവരും ഇരുന്ന് മീറ്റിങ്ങിന് നല്ല അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് കൂടിക്കൊണ്ടിരുന്നപ്പോൾ ആദ്യം ആ ദൈവദാസനെ എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തി പഠിച്ചു, നിങ്ങൾ ഒരുപാട് പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ സഹിച്ചവരാ, ദൈവം നിങ്ങളെ മാനിക്കാൻ പോവുക എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഉടനെ ആ ദൈവദാസനെ അറിയത്ത് പോലും ഇല്ലാത്തതാണ് എൻ്റെ ഹസ്ബൻഡാണ് ഈ വന്നിരിക്കുന്നത്. അപ്പൊ സുരേഷാനെയും വിളിച്ച് നിർത്തി ഞങ്ങളെ എഴുന്നേൽപ്പിച്ചു, എൻ്റെ കുഞ്ഞുങ്ങളെ എഴുന്നേൽപ്പിച്ച് നിർത്തി. അങ്ങനെ ഞങ്ങളെ അവർ അന്ന് രാത്രി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചത് 2017 ആ 17 അന്ന് ആ ദൈവദാസൻ പറഞ്ഞു, ദൈവം ചിലരോടൊക്കെ ഇവിടെ സംസാരിക്കുമെന്ന് പറഞ്ഞു. അന്ന് വരെ സത്യം പറഞ്ഞ ദൈവത്തിന്റെ ശബ്ദം ഞാൻ കേട്ടിട്ടില്ല. കർത്താവ് സംസാരിക്കും എന്നുള്ള അറിയാം, പക്ഷെ എന്നോട് ദൈവം വ്യക്തിപരമായിട്ട് ഇതുവരെയും എന്നോട് സംസാരിച്ചിട്ടില്ല. ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും, എന്നാൽ ദൈവത്തിന്റെ ശബ്ദം ഞാൻ എൻ്റെ ചെവിയിൽ കേട്ടിട്ടില്ല. എന്നാൽ ആ സമയത്ത് 2017 നവംബർ മാസം 3-ാം തീയതിയാണ് ഞാനും എൻ്റെ കുഞ്ഞും സുരേഷാനും ഇങ്ങനെ ഒരു റൂമിൽ കിടന്നുറങ്ങുമ്പോൾ മൂത്തമ്മൻ വേറെ ടീമിനോട് ബന്ധത്തിൽ കിടന്നുറങ്ങാം. അപ്പൊ മലയാളികളൊന്നും അവിടെ ഇല്ല, ഹിന്ദിക്കാർ മാത്രമേ ഉള്ളൂ. ഒരു ശബ്ദം എൻ്റെ ചെവി മുഴുവൻ അടച്ച് വെച്ചിരിക്കുന്നത് പോലെ, ബാഹ്യമായ ഒരു ശബ്ദവും ഞാൻ കേൾക്കുന്നില്ല. അടുത്ത് കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരുടെ പോലും ശബ്ദം ഞാൻ കേൾക്കുന്നില്ല. ഞാനൊരു ശബ്ദം കേൾക്കുകയാണ്, മകളെ എന്നെ വിളിച്ചു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എന്നെ മകളെ എന്ന് വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറയാ, ഇന്ന് മുതൽ നിന്നെയും നിന്റെ കുടുംബത്തെയും ഞാൻ മേയിക്കും. ആ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് ആദ്യം അത് മനസ്സിലായില്ല, എന്താ എന്ന് എനിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി, ഇവരാണോ എന്നെ വിളിച്ചാര്? പിന്നെ മകളേന്ന് വിളിക്കാൻ ആരാ ഉള്ളത്? നോക്കുമ്പം എൻ്റെ കുഞ്ഞും ഹസ്ബൻഡും നല്ല ഉറക്കത്തിലാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇത് മറ്റാരും എന്നെ വിളിച്ചല്ല, എൻ്റെ കർത്താവ് എന്നെ വിളിച്ചതാ. അന്ന് പകൽ ദൈവദാസനിലൂടെ ആലോചന ഉണ്ടായിരുന്നല്ലോ, ദൈവം ചിലരോട് സംസാരിക്കാൻ പോവാണെന്ന്. അന്ന് ഞാൻ വിശ്വാസത്തിൽ അത് ഏറ്റെടുത്ത്, കർത്താവ് ഇന്ന് മുതൽ എന്നെ മേയിക്കാൻ പോവാ, എൻ്റെ കാര്യങ്ങൾ കർത്താവ്. അന്ന് ഞാൻ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ ഉണ്ടായി. അപ്പോഴും അതെനിക്കത് അന്ന് തന്നെ കർത്താവിന്റെ സാമ്പത്തിക ഞെരുക്കങ്ങളെ മാറ്റുമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ പോലും ദൈവം അതിനെ മാറ്റിത്തന്നു, ഞങ്ങളെ ദൈവം സഹായിച്ചു. അതിന് ശേഷം ഇന്ന് വരെ, ഈ സമയം വരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ ദൈവം എന്നെ പോറ്റി. എന്നാൽ വലിയ ബാങ്ക് ബാലൻസുകളൊന്നും വെച്ചിട്ടല്ല പറയുന്നത്, എങ്കിലും അന്നുള്ള ആഹാരം എൻ്റെ കർത്താവ് എനിക്ക് തന്നു. ഒരു ബുദ്ധിമുട്ടും ആരോടും ചോദിച്ച് വാങ്ങിക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. കർത്താവ് സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ മുൻപോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ആരും സപ്പോർട്ടുകൾ ഒന്നുമില്ലാതാണ് ഞങ്ങൾ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരിലും കൂടിയൊക്കെ കർത്താവ് ഏലിയാവിനെ പോറ്റിയതുപോലെ കാക്കയെ തക്ക സമയത്ത് അയക്കും. എൻ്റെ കുഞ്ഞുങ്ങളുടെ വിശ്വാസത്തിന്റെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ മൂത്ത മോന് 5 വർഷം കേരളത്തിൽ നിന്നാണ് പ്ലസ് 1 പഠിക്കാൻ പോയി. അവിടെ കേരളത്തിൽ നിന്നാണ് എൻ്റെ മോൻ പഠിച്ചത്. ആ സമയത്ത് അവൻ്റെ ആവശ്യങ്ങൾ വരുമ്പോൾ എൻ്റെ കുഞ്ഞ് അവിടുന്ന് എന്നോട് തലേ ദിവസം എന്നോട് ഫോൺ ചെയ്ത് പറയും, മമ്മി ഇന്ന ആവശ്യം എനിക്കുണ്ട്. ഞാൻ പറഞ്ഞു, നീ എന്താ ഇന്ന് പറയുന്നേ? പറഞ്ഞ, മമ്മി ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ നാളെ മമ്മിക്ക് പൈസ വരുമല്ലോ, മമ്മിയുടെ അക്കൗണ്ടിൽ പണം വരുമല്ലോ, ഇന്ന് പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു, മോനെ നീയും പ്രാർത്ഥിക്കണം, നമ്മുടെ അപ്പൻ തരും. അങ്ങനെ വിശ്വാസം ആ കുഞ്ഞുങ്ങളും കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ഇന്ന് വരെ ദൈവത്തിന്റെ അത്ഭുതം എന്ന് വേണം മാത്രമേ പറയാനുള്ളൂ. കർത്താവ് പോറ്റുന്നു, കർത്താവ് പുലർത്തുന്നു. ജീവിതത്തിന്റെ അനുഭവങ്ങൾ കൂടെ ഇങ്ങനെയൊക്കെ കടന്നു പോവാൻ തക്കവണ്ണം, ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ കടന്നുപോയ സമയങ്ങളിലൊക്കെ ദൈവത്തിൽ കൂടുതൽ ആശ്രയം വയ്ക്കുവാൻ ദൈവം സഹായിച്ചു. മിക്ക ദിവസങ്ങളിലും ഞാൻ ഉപവസിച്ചും പ്രാർത്ഥിച്ചും 21 ദിവസങ്ങൾ, ഒരു വർഷത്തിൽ തന്നെ 3 പ്രാവശ്യമൊക്കെ ഞാൻ 21 ദിവസങ്ങൾ ഉപവസിക്കും. അതിൽ കൂടുതൽ ഞാൻ ഉപവസിച്ചിട്ടില്ല. 21 ദിവസങ്ങൾ ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ ഉപവസിച്ചിട്ടുണ്ട്. 2022 എൻ്റെ മാതാവ് ഇവിടെ കടന്നു വന്നു. അവർക്കുള്ള ഭക്ഷണങ്ങളൊക്കെ ഞാൻ ക്രമീകരിച്ചു.
എൻ്റെ ഹസ്ബൻഡിനും കുഞ്ഞിനും മാതാവിനും ഒക്കെയുള്ള ഭക്ഷണങ്ങളൊക്കെ ക്രമീകരിച്ചിട്ട് ഞാൻ 21 ദിവസം എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുകയാണ്. ഞാൻ ദൈവമേ, ഒരു മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആവശ്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഒരു ഒരു പ്രത്യേകമായ ഒരു സാഹചര്യം ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ എന്നോട് പിന്നിൽ വന്ന ആളുകളൊക്കെ അനുഗ്രഹം പ്രാപിച്ച് അവർ ഒത്തിരി ഇതിലായിട്ട് പോകുമ്പോൾ ദൈവമേ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ച് ദൈവസനെ പ്രാർത്ഥിച്ചു. എൻ്റെ ഉപവാസത്തിൻ്റെ 8ാമത്തെ ദിവസം ഞാൻ എൻ്റെ റൂമിൽ നിലത്ത് കിടന്ന് ഞാൻ കരയുകയാണ്. ഞാൻ റൂം അടച്ചിട്ടേക്കാണ്, ആരും എൻ്റെ റൂമിലില്ല, ഞാൻ തന്നെയാണ് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത്. ഞാൻ നിലത്ത് കിടന്ന് ഞാൻ കരഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ കമന്ന് കിടന്ന് കരയുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെ ഞാൻ ഒരാളെ കെട്ടിപ്പിടിക്കുന്നത് പോലെ കൈ വെച്ചാണ് ഞാൻ, കർത്താവേ അപ്പാ അങ്ങയുടെ സന്നിധിയിൽ എന്നെ ഏൽപ്പിച്ചു തരുമെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് ഞാൻ കിടക്കുമ്പോൾ 8ാമത്തെ ദിവസം ഞാൻ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ ഞാൻ കിടന്ന് ഒരു 11 മണിയായി, പകൽ 11 മണിയായി ഞാൻ ഇങ്ങനെ കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കറിയാം ഒരാള് എൻ്റെ കൈയുടെ ഇടയിൽ വന്ന് നിൽക്കുകയാണ്. ഞാനത് കാണുന്ന പറഞ്ഞാൽ ഞാനത് ഫീൽ ചെയ്യുകയാണ്. ഒരാൾ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെ പയ്യെ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് മകളെ എന്നെ വിളിക്കുകയാണ്. നീ എന്നോട് ചോദിച്ചിട്ടില്ലേ നിന്റെ പിന്നിൽ വന്നവരൊക്കെ അവര് അനുഗ്രഹം പ്രാപിച്ചു, നീ എന്തുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കുന്നില്ല? ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, കർത്താവേ ഞാനൊരു ചവിട്ട് പടിയായിട്ട് കിടക്കുകയാണല്ലോ, എന്നെ ചവിട്ടി പലരും കയറി പോകുന്നല്ലോ, ഞാൻ പിന്നെയും ഇങ്ങനെയാണല്ലോ എന്ന് ഞാൻ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എൻ്റെ അടുത്ത് ഇറങ്ങി വന്ന് എന്നോട് പറയാ, നീ അനേകർക്ക് ചവിട്ടുപടിയായി തീർന്നെങ്കിൽ നിന്നെ ഞാൻ ഒരു കാര്യം കാണിക്കാൻ മകളെ ആഗ്രഹിക്കുന്നു. നീ ആ കാനാവിലെ കല്യാണ ഭവനത്തിലേക്കൊന്ന് വാ. പെട്ടെന്ന് എനിക്ക് എന്തെന്നില്ലാത്ത എന്റെ ശരീരം കോരിത്തരിക്കുവാൻ തങ്ങോടെയായി തീർന്നു. എന്നെ കൂട്ടിക്കൊണ്ട് കല്യാണ ഭവനത്തിലേക്ക് പോവുകയാ. അവിടെ ഒരു 6 കൽപാത്രങ്ങളുടെ വെളിയിൽ കിടക്കുകയാ. അതിന് കാല് കഴുകാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൽപാത്രങ്ങൾ. ആരും അതിനെ നോക്കാറ് പോലുമില്ല. വെള്ളവും കാല് കഴുകി കയറി പോരുന്ന ഒരു അനുഭവമാണ്. ആരും എന്നെ ദർശിക്കാറ് പോലുമില്ല. എന്നാൽ ആ കൽപാത്രങ്ങൾക്ക് ഒരു സമയമുണ്ടായിരുന്നു അതിനകത്ത് പ്രവേശിക്കുവാൻ. അതുപോലെ നിന്റെ ജീവിതത്തിൽ ആരും നിന്നെ ദർശിക്കുന്നില്ല, ആരും നിന്നെ കാണുന്നില്ല, ആരും നിന്നെ നോക്കുന്നില്ലെന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ കൽപാത്രങ്ങളെ ആ വിരുന്നുശാലയിൽ കൊണ്ടുവന്ന ഒരു ദിവസമുണ്ട്. അതുപോലെ എനിക്ക് പദ്ധതിയുണ്ട് നിന്നെ അകത്ത് കൊണ്ടുവരുവാൻ എന്ന് കർത്താവിനോട് സംസാരിച്ചു. കർത്താവിന്റെ ശബ്ദം ഞാൻ അങ്ങ് കേൾക്കുകയാ. അതുപോലെ നിന്നെ എൻ്റെ ഒരു നോട്ടത്തിൽ നിന്റെ നിറം മാറും, നിന്റെ സ്ഥാനം മാറും, നീ അത്ഭുതമായി മാറും എന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തെ പെട്ടെന്ന് ഞാൻ എൻ്റെ കരഞ്ഞ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തല പൊക്കി നോക്കിയപ്പം ആരുമില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി. ഞാൻ ഓടി വന്ന് അച്ഛനോട് പറഞ്ഞു, എന്നോട് കർത്താവ് സംസാരിച്ചു, എൻ്റെ കർത്താവ് എൻ്റെ അടുത്ത് വന്നത് എന്നോട് സംസാരിച്ചു, എൻ്റെ ദൈവം എനിക്ക് വാഗ്ദത്തം തന്നു, ഇനി എനിക്കൊന്നും വേണ്ട. ഞാൻ വളരെ സന്തോഷവതിയായി. അങ്ങനെ ഞാൻ 21 ദിവസം പ്രാർത്ഥിച്ചു. 21 ദിവസം ഞാൻ പ്രാർത്ഥിച്ചത്, ഞാൻ ഇങ്ങനെ പലപ്പോഴും ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാര്യങ്ങൾ. എന്നാൽ അന്ന് ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചത് വേറൊരു വ്യക്തിയുടെ വിഷയത്തിന് വേണ്ടിയായിരുന്നു. ആ ഉപവസിച്ച് എഴുന്നേൽക്കുമ്പോൾ കർത്താവ് ആ വിഷയത്തിന് ഭയങ്കര വിടുതൽ തന്നു. എൻ്റെ ഒരു കൂട്ടു സഹോദരിയുടെ വിഷയത്തിന് വേണ്ടിയാണ് ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചത്. കർത്താവ് അതിന് ഭയങ്കര വിടുതൽ തന്നു. എൻ്റെ വിഷയത്തിനും കർത്താവ് വിടുതൽ തന്നു. അങ്ങനെ ഞങ്ങൾ മുൻപോട്ട് കടന്നുപോയി. ഇങ്ങനെ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ഞങ്ങള് ഇന്ന് വരെയും ഇവിടെ നിന്നു. അതിന്റെ ശേഷം ഈ 2024 ഞങ്ങളുടെ ജീവിതത്തിലെ വളരെ ഒരു പ്രതിസന്ധി നേരിട്ടു. പ്രതിസന്ധി എല്ലാ ജീവിതത്തിൽ വലിയൊരു സന്തോഷത്തിന്റെ അനുഭവങ്ങൾ കൂടി വന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ ഒരുമിച്ച് ഒരു ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ തീരുമാനമെടുത്തു. ഒരാഴ്ച ഉപവസിക്കാം എന്ന് ഞങ്ങൾ രണ്ടുപേരോട് തീരുമാനിച്ച് ഞങ്ങൾ ഇതുപോലെ റൂമിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന അങ്ങോട്ട് തുടങ്ങി. രാവിലെ പ്രാർത്ഥിച്ചു. ഉച്ചയായപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്ത് വിഷയത്തിനാ എന്ന് പറഞ്ഞു. നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മുടെ മിനിസ്ട്രിയിലെ എല്ലാ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവ് നമ്മുടെ സ്ഥിതികളൊക്കെ മാറ്റും, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എൻ്റെ ഉള്ളിലേക്ക് ഒരു പ്രേരണ തന്നു. ഇപ്പൊ ഞാനിത് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഇതൊരു എന്താ പറയാ, ഒരു ചെറിയ കാര്യമായിട്ട് തോന്നാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയ കാര്യമല്ല, ഇത് വൻ കാര്യമാണ്.
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എൻ്റെ ഉള്ളിൽ പ്രേരണ തന്നു. അച്ഛാ, ഞാൻ പറഞ്ഞു നമുക്കൊരു സുരേഷായ ഒരു പാസ്പോർട്ട് എടുക്ക് എന്ന് പറഞ്ഞു. അപ്പൊ സുരേഷൻ പറഞ്ഞു, ഓ പാസ്പോർട്ടോ, എന്തിനാ? പലരും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു പാസ്റ്റ് ഒരു പാസ്പോർട്ട് എടുത്ത് വെക്ക്, പാസ്പോർട്ട് എടുത്ത് വെക്ക്. അപ്പോഴും ഞങ്ങൾ രണ്ടുപേരും ഒരേ ശബ്ദത്തിൽ പറയാറുണ്ട്, എന്തിനാ പാസ്പോർട്ട് എടുക്കുന്നേ? അതിന് ദൈവത്തിന് ഞങ്ങൾ എവിടെ ഏത് ദേശത്ത് അയക്കണമെങ്കിലും കർത്താവിന് പദ്ധതി ഉണ്ടേ കർത്താവ് ആ സമയത്ത് അത് തരും, അതും തരും, എടുത്തു വെക്കേണ്ട കാര്യമില്ല എന്ന് പറയും. അങ്ങനെ പറഞ്ഞു. അങ്ങനെ പാസ്പോർട്ട് ഞങ്ങൾ എടുക്കാനായിട്ട് അത് ഭയങ്കര അങ്ങനെ എന്നാ എടുക്കാന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇങ്ങനെ തമാശയായിട്ട് അത് തള്ളിവിട്ടു. ഞാൻ പറഞ്ഞു, അല്ല, എനിക്ക് ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ പ്രേരണ തരുന്ന ഒരു പാസ്പോർട്ട് എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന സമയത്താണ് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അന്ന് ഞങ്ങൾ ആ പ്രാർത്ഥന കഴിഞ്ഞു. പിറ്റേ ദിവസത്തെ രണ്ടാമത്തെ ദിവസത്തെ പ്രാർത്ഥനയില് അമേരിക്കയിൽ നിന്ന് എൻ്റെ സീനിയറായിട്ട് ബൈബിൾ കോളേജിൽ പഠിച്ച കർത്താവിന്റെ ദാസനും ആ ആന്റി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, മിനി പാസ്റ്ററുടെ പാസ്പോർട്ട് നമ്പർ ഇതാ. തലേ ദിവസം കർത്താവ് സംസാരിച്ച് പാസ്പോർട്ട് എടുക്കാൻ. പാസ്പോർട്ട് നമ്പർ തരാൻ പറഞ്ഞു. ആന്റി, ഞാൻ പറഞ്ഞു പാസ്പോർട്ട് ഇല്ല, നമ്പർ ഇല്ല, എങ്ങനെ തരും? അങ്ങനെ ഇരിക്കുമ്പോഴാണ് എളുപ്പം പോയി പാസ്പോർട്ട് എടുക്കാൻ പറഞ്ഞു. അന്ന് ഞങ്ങളുടെ കയ്യിൽ പോകാനായിട്ട് പൈസയൊന്നുമില്ല. ടിക്കറ്റ് എടുത്ത് ഇവിടുന്ന് നാട്ടിൽ പോയി. ഞങ്ങൾ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ തൊട്ടടുത്തുണ്ട്. ആ റെയിൽവേ സ്റ്റേഷനിൽ പോയി പെട്ടെന്ന് പോയി എടുക്കാൻ പറഞ്ഞു. അവർ കുറെ പൈസ അയച്ചു തന്നു. ആ ടിക്കറ്റ് എടുത്തു. കൺഫേം ടിക്കറ്റ് കിട്ടി പെട്ടെന്ന്. അന്ന് തന്നെ കൺഫേം ടിക്കറ്റ് എടുത്ത് ആ ടിക്കറ്റ് എടുത്തപ്പം ആ ദേവദാസൻ ഉടനെ ഫോൺ വിളിച്ച് പറഞ്ഞു, ഇത് ലേറ്റ് ആയി പോകും, അതുകൊണ്ട് പാസ്പോർട്ട് എടുക്കാൻ ലേറ്റ് ആയി പോകും, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് തരാം, അതുകൊണ്ട് ഫ്ലൈറ്റിൽ പോയി പാസ്പോർട്ട് എടുക്കാൻ പറഞ്ഞു. ഇപ്പൊ അത് കാര്യം പറയുമ്പോ തന്നെ അതിന് തൊട്ട് മുമ്പ് ഞാൻ അതിന്റെ തലേ വർഷം ഞാൻ നാട്ടിൽ പോയപ്പോൾ ഒരു കർത്താവിന്റെ ദാസൻ എന്നെ വിളിച്ചു നിർത്തി ദൈവത്തിന്റെ ആലോചന പറഞ്ഞു. നിന്നെ ഞാൻ മാനിക്കാൻ ആഗ്രഹിക്കുന്നു. നീ അനുഭവിച്ച കഷ്ടതകൾ, പ്രയാസങ്ങളൊക്കെ മാറ്റി എനിക്ക് നിന്നെ ഒന്ന് സന്തോഷിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. നീ ഒഴുക്കിയ കണ്ണുനീര് ഇനി നീ ഒഴുക്കണ്ട. ഇനി നീ ഒഴുക്കുന്ന കണ്ണുനീര് സന്തോഷത്തിൻ്റെതാണ്. നീ സന്തോഷത്തിന്റെ കണ്ണുനീര് ഒഴുക്കും എന്നിങ്ങനെ പറഞ്ഞു. അതിന്റെ ശേഷം ഞാനൊരു കോൺഫറൻസിൽ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് പങ്കെടുത്തപ്പോൾ ഒരു കർത്താവിന്റെ ദാസി, ഈ 2 പേരും അറിയപ്പെട്ട ദേവദാസനും ദേവദാസിയാണ്. ആ ദേവദാസി എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്റെ കുടുംബത്തിൽ ഞാൻ ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും. പീലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയതുപോലെ, പറത്തി എടുത്തുകൊണ്ട് പോയതുപോലെ നിന്റെ കുടുംബത്തിൽ ഒരു പ്രവൃത്തി ഞാൻ ചെയ്യും, അതിലൂടെ ഞാൻ നിന്നെ മാനിച്ച് അനുഗ്രഹിക്കുന്നു പറഞ്ഞു. അങ്ങനെ ആ ദേവദാസി പറഞ്ഞത് ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് ഏറ്റെടുത്തു. അങ്ങനെ അച്ചായൻ ഇവിടുന്ന് നാട്ടിൽ കടന്നു പോകുവാൻ തക്കവണ്ണം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം ഫ്ലൈറ്റിൽ കയറുന്നത്. ഫ്ലൈറ്റിൽ പോയി പാസ്പോർട്ട് എടുത്തു. എമർജൻസി പാസ്പോർട്ട് എടുക്കാൻ പറഞ്ഞു. എമർജൻസി പാസ്പോർട്ട് എടുത്തില്ല, സാധാരണ പാസ്പോർട്ട് എടുത്തു. 7 ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് കിട്ടി. ഞാൻ ഉപവസിച്ച് 7 ദിവസം ഞാൻ പൂർത്തീകരിക്കുമ്പോൾ എൻ്റെ ഭർത്താവിന്റെ കരത്തിൽ പാസ്പോർട്ട് ലഭിച്ചു. പിന്നെ 3 ദിവസത്തിന് ശേഷം മടങ്ങി വന്നു, ഇവിടെ കടന്നു വന്നു. അങ്ങനെ 2024 എൻ്റെ ഭർത്താവിനെ കർത്താവ് അമേരിക്കയിൽ അയച്ചു. അമേരിക്കയിൽ 3 മാസം 6 മാസം അവിടെ നിൽക്കാമായിരുന്നു. അതും ഭയങ്കര അത്ഭുതമാണ്. എന്നോട് കർത്താവ് പറഞ്ഞു, എൻ്റെ ഭർത്താവിന് വിസ ഒക്കെ അടിച്ചു കിട്ടുമെന്ന് എന്നോട് വാഗ്ദത്തം ചെയ്തിരുന്നു. ഞങ്ങൾ ബോംബെയിലും ഒക്കെ പോയി ഞങ്ങൾ എംബസിയിലൊക്കെ നിൽക്കുമ്പം എന്നോട് ഇദ്ദേഹത്തിന് ഭയങ്കര എന്തോ ഒരു സംശയം പോലെ കിട്ടുമോ എന്ന്. ഞാൻ പറഞ്ഞു, കർത്താവല്ലേ പറഞ്ഞേ, കർത്താവ് അത് തരും. ഞങ്ങൾക്ക് ഒരു ദിവസം തന്നെ ആ ബോംബെയിൽ തന്നെ 2 ഇന്റർവ്യൂ നടന്നു. തലേ ദിവസവും പിറ്റേ ദിവസവുമായിട്ട് ഇവിടെ കടന്നു വന്നു. അതിന്റെ ശേഷം 2024 അമേരിക്കയിൽ പോകുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. അത് ജൂൺ മാസം 19-ാം തീയതിയാണ് ഇദ്ദേഹം അമേരിക്കയിൽ പ്രവേശിക്കുന്നത്. അന്ന് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 25 വർഷം പൂർത്തിയാകുന്ന ദിവസം. അന്ന് അവിടെ ഇരുന്ന് എൻ്റെ വിവാഹ വാർഷികമാണ്. അന്ന് അവിടെ ഇരുന്ന് എനിക്ക് വേണ്ടി അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു.
അമേരിക്കയിൽ ഒരു യോഗ്യതയും ഇല്ലാഞ്ഞ, കഴിവുകളോ ഒന്നും പറയാനില്ല, ഒരു ശ്രേഷ്ഠതയും പറയാനില്ലാഞ്ഞ കർത്താവിന്റെ ദാസനെ അമേരിക്കയിൽ കർത്താവ് കൊണ്ടുപോയി. പല സ്ഥലങ്ങളിൽ ഒരു കോണ്ടാക്റ്റും ഇല്ല. ചോദിച്ചു, ആ ആന്റി പറഞ്ഞു ഇഷ്ടംപോലെ കോണ്ടാക്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒറ്റ കോണ്ടാക്റ്റും ഇല്ല. എനിക്കൊരു ഞാനൊരു പ്രെയർ ലൈൻ ഉണ്ട്. എനിക്ക് സഹോദരി കുടുംബം, ഞാൻ എവിടെ പോയാലും അത് പറയും. എന്റെ സഹോദരി കുടുംബം എനിക്ക് ഒത്തിരി ആശ്വാസമായിട്ടുണ്ട്. 2020 സഹോദരി കുടുംബത്തിലേക്ക് ഞാൻ ചെല്ലുന്നത്. എന്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം നൽകിയ, എപ്പോഴും എന്റെ പ്രയാസം വരുമ്പോൾ ഞാൻ ഓടിക്കേറി പ്രാർത്ഥിക്കുന്ന ഒരു പ്രയർ ലൈനാണ് ആ സഹോദരി കുടുംബത്തിലെ ആന്റി ലില്ലി റെജി ആന്റി. അമേരിക്കയിൽ നിന്നാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ആകെയുള്ളൊരു കോണ്ടാക്ട് ലില്ലി ആന്റിയാണ്, വേറെ ആരുമില്ല. എനിക്ക് ആകെപ്പാടെ എനിക്കുള്ളൊരു പിടുത്തം, ഒരു കോണ്ടാക്ട് എന്റെ കർത്താവിലാണ്. ദൈവം അയച്ചോ, കർത്താവ് കാര്യങ്ങൾ ക്രമീകരിക്കും. അറിയത്തില്ലാത്ത സ്ഥലങ്ങളിൽ ദൈവം ഓരോരുത്തരെ അവിടെ ഒരുക്കി, ഓരോ സ്ഥലങ്ങളിൽ പോകാൻ, കാണാത്ത ദേശങ്ങളൊക്കെ കടന്നു പോകാനൊക്കെ സഹായിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ആ സന്തോഷം ഞങ്ങൾക്കുള്ളപ്പോൾ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു കൊടുങ്കാറ്റ് അടിച്ചു. എന്റെ ഹസ്ബൻഡിന്റെ ഭവനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ ഹസ്ബൻഡിന്, അവർക്ക് പിതാവും മാതാവും, അവര് 4 സഹോദരങ്ങളുമാണ്. മൂത്ത ചേച്ചി വിവാഹിതയാണ്. രണ്ടാമത് അച്ചായൻ, അതിന്റെ ശേഷം ഒരനുജൻ, അതിന്റെ ശേഷം ഒരനുജത്തി. അത് ബീഹാറിലൂടെ അവര് OM-ന്റെ സ്കൂൾ നടത്തുന്നു. ഈ അനുജനാണ് ഞങ്ങളെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എല്ലാത്തിനും പ്രോത്സാഹിപ്പിക്കുന്ന മകൻ. മാതാവിനെയും പിതാവിനെയും നോക്കുന്നതും അദ്ദേഹം തന്നെയാണ്. ഞങ്ങൾക്ക് പിതാവ് 2020 ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അതിനുശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാവിന്റെ പിതാവിന്റെ ഒരു കാര്യം ഞങ്ങൾ നോക്കണ്ട. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ആ സഹോദരനാണ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സഹോദരൻ ജോലി ചെയ്ത് ഞങ്ങൾക്കും ആവശ്യമായ അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ ചെയ്തു തരും. നിങ്ങൾ ചേട്ടൻ അച്ഛനെ അമ്മേനെ ഒന്നും നോക്കണ്ട, ഞാൻ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് ചെയ്യുന്ന ആ കർത്താവ്, ആ മോന്, എന്റെ അനുജൻ പെട്ടെന്ന് ജൂലൈ മാസം ആ അച്ഛൻ അവിടെ ചെന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇലക്ട്രിക് ഷോക്ക് ഏറ്റ്. അവൻ സഭയുടെ സെക്രട്ടറി ആയിരുന്നു. എല്ലാവരും കേട്ട ഒരു വലിയ, കേരളത്തിൽ ഭയങ്കര ഞെട്ടിക്കുന്ന ഒരു ന്യൂസ് ആയിരുന്നു. ചർച്ചിന്റെ ഒരു ബാത്റൂമിന്റെ താഴെ ഒരു ഷീറ്റ് താഴെ പോയപ്പോൾ അത് വെക്കാൻ വേണ്ടി പോയതാണ്. മഴക്കാലമായിരുന്നു. മേപ്രായിലാണ് എൻ്റെ വീട്. അവിടെ നിന്ന് എൻ്റെ വിവാഹം കഴിച്ച വീട് മേപ്രായാണ്. ആ കരണ്ട് അടിച്ച് പെട്ടെന്ന് അവൻ രാവിലെ പോയതാണ്, ആരും അറിഞ്ഞില്ല. അവൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. അത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി, ഞങ്ങളെ ഒത്തിരി തളർത്തി കളഞ്ഞതാണത്. അതിന്റെ ശേഷം ഞങ്ങൾക്ക് എപ്പോഴും നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടതായി ആവശ്യം വരുന്നു. മാതാവുണ്ട്, ആ സഹോദരന്റെ ഭാര്യ, 2 കുഞ്ഞുങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇപ്പോൾ മോന് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവരുടെ കാര്യങ്ങൾ നോക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. അങ്ങനെ മാതാവ് ഉണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളായിരിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥനയിലും എല്ലാം ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. എനിക്കൊരു കാര്യം അറിയാം, നാം പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നാം വിളിച്ചപേക്ഷിച്ചാൽ കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വരും. നമ്മളെ ഒരിക്കലും നമ്മുടെ ദൈവം അനാഥരായി വിടത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും നമുക്ക് ഓടി അടുക്കാനുള്ള ഒരു സ്ഥാനം നമ്മുടെ കർത്താവിന്റെ സന്നിധി മാത്രമാണ്. നമുക്ക് ഒരുപക്ഷെ മാനുഷ്യമായ കരങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാം എങ്കിലും, അവരൊക്കെ നമുക്ക് വേണ്ടി സഹായങ്ങൾ നൽകണമെങ്കിലും നമുക്ക് ദൈവം അവരോട് പറഞ്ഞില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ സമയങ്ങളിലൊക്കെ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഓടി വന്നിരുന്ന് അഭയം പ്രാപിക്കുന്ന എൻ്റെ കർത്താവിന്റെ സന്നിധിയാ. കണ്ണുനീരോടെ ഞാൻ ഓരോ കാര്യങ്ങളും സാധിച്ചെടുക്കും. ഞാൻ കരഞ്ഞ് നിലത്ത് കിടന്ന് കരഞ്ഞ്, ഒരു കുഞ്ഞിനെ പോലെ ഞാൻ കരഞ്ഞ് എൻ്റെ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ നേടിയെടുക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. ഇത്രത്തോളം കർത്താവ് എന്നെ സഹായിച്ചു. ഇത്രത്തോളം സമയം എൻ്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ പറയുവാൻ തക്കവണ്ണം കർത്താവ് എന്നെ സഹായിച്ചു. വളരെ പ്രയാസത്തിലും ദൈവം എന്നെ പിടിച്ചു നീക്കുവാൻ തക്കവണ്ണം കർത്താവ് എന്നെ കൃപ ചെയ്തു. പ്രാർത്ഥന മാത്രം ഉണ്ടെങ്കിലേ നമുക്ക് മുൻപോട്ട് പോകാനൊക്കെ ഉള്ളൂ. പ്രാർത്ഥന, എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, പ്രാർത്ഥന ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല.
പ്രാർത്ഥനയിലൂടെ നാം മുന്നോട്ട് പോകാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. പ്രാർത്ഥനയാണ് നാം ഓരോ ദിവസം എടുക്കുന്ന ആ ശ്വാസം എന്നതുപോലെ തന്നെ പ്രാർത്ഥന ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടും. ഏത് സമയത്തും നമുക്ക് ആശ്രയിപ്പാനുള്ള നമ്മുടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് അതിനായി നമ്മെ സഹായിക്കട്ടെ. ഇത്രത്തോളം എന്നെ ശ്രവിച്ച പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. പ്രാർത്ഥനയിലൂടെ സാധിക്കാത്ത ഒരു കാര്യവുമില്ല. നമ്മുടെ ദൈവം സർവശക്തനാണ്, നമ്മുടെ ദൈവം സർവശക്തനാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളത്. കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ സമയത്തിനായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇത്രത്തോളം കർത്താവെ ഈ അരോമ ടിവിയിലൂടെ കർത്താവെ എൻ്റെ അനുഭവത്തെ പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ അപ്പൻ കൃപ ചെയ്തതിനായി സ്തോത്രം. എന്നെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരുടെയും കർത്താവെ ഹൃദയത്തോട് ദൈവം ഇടപെടണം. കർത്താവെ ഈ അരോമ ടിവിയുടെ കർത്താവെ അനുഗ്രഹത്തിന് വേണ്ടി, ഇതിന്റെ നടത്തിപ്പിന് വേണ്ടി, ഇത് കർത്താവെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കർത്താവിന്റെ ദാസനെ കർത്താവ് ബലപ്പെടുത്തണം. അത് അനേകർക്ക് കർത്താവെ ഇതൊരു അനുഗ്രഹമാണ്. കർത്താവെ എൻ്റെ ജീവിതത്തിലും കർത്താവ് ചെയ്ത നന്മകളെ കുറിച്ച് പറയുവാൻ ദൈവം സഹായിച്ചതിനായി ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന കർത്താവെ സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഇത് കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവെ ഒരു അനുഗ്രഹമായി മാറുവാൻ കർത്താവ് സഹായിക്കണം. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസി സിസ്റ്റർ മിനി സുരേഷ്. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് അരോമ ടിവി പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയറ്റി കർത്താവിന്റെ ദാസിയോടായ നന്ദി, സ്നേഹവും കടപ്പാട് വിതരണത്തിൽ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു പാസ്റ്ററുടെ മകളായി ജനിച്ച് വളർത്തപ്പെട്ട് നന്നേ ചെറുപ്പത്തിൽ തന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുവാനും കർത്തൃ ശുശ്രൂഷയോടുള്ള ബന്ധത്തില് മിഷണറി ദൗത്യവുമായിട്ട് ബീഹാറിൽ കടന്നു വന്നു. അതിനുശേഷം തിരിഞ്ഞു നോക്കേണ്ടതായി വന്നിട്ടില്ല. അന്ന് മുതൽ ഇന്നയോളം ഒരു മിഷണറി ദൗത്യത്തില് ബീഹാറിന്റെ മണ്ണിൽ അങ്ങോളം ഇങ്ങോളം വിവിധ ഗ്രാമങ്ങൾ സഞ്ചരിച്ച് അനേക പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ, അനേക ആത്മാക്കളെ കർത്താവിങ്കിലേക്ക് നേടുവാൻ, അനേകരെ കർത്താവിന്റെ ജീവന്റെ പുസ്തകത്തിൽ അവരുടെ പേരെഴുതപ്പെടുവാനൊക്കെ കർത്താവിന്റെ ദാസിയുടെ ശുശ്രൂഷ മുഖാന്തരമാക്കി തീർത്തു എന്ന് കേൾക്കുവാൻ കഴിഞ്ഞു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ജീവിതം, കുടുംബജീവിതം, ശുശ്രൂഷാ മണ്ഡലങ്ങളൊക്കെ ദൈവം തന്നു. ഇനിയും സൗഖ്യത്തോട്, ആരോഗ്യത്തോട്, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ഏറെ അവസരങ്ങളെ കർത്താവ് ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സമയം വേർതിരിച്ച് ഈ സാക്ഷ്യം പങ്കുവച്ചതിന് കർത്താവിന്റെ ദാസിയോട് ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിക്കുന്നു. അരോമ ടിവി പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം വേറിട്ടൊരു അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. നാം അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണും വരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ, ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.